400 സംതിങ് വരുള്ളൂ ഈ ഒരു സാരി എടുക്കുമ്പോൾ. താഞ്ചോയ് സിൽക്കിൽ 5 സാരി 5 ആൾക്കാണ് ഗിഫ്റ്റ് നമ്മുടെ വക കൊടുക്കുന്നത്. എത്ര? 610 രൂപ. കുബേര സിൽക്കിനോ? ഈ സാരി റേറ്റ് എത്രയാ? 655 രൂപ. 200 രൂപയ്ക്ക് ഇതേ സെറ്റ് സാരി. അടിപൊളി കളക്ഷൻസ്. ടോട്ടലി കൺഫ്യൂസ്ഡ്, ഏതെടുക്കണം എന്നറിയില്ല. വെറൈറ്റി സാരിയാണ്, ഉട്ക സാരി എന്നാണ് പറയുന്നത്. ഇഷ്ടംമാതിരി സെലക്ഷൻ ഉണ്ട്. ഇഷ്ടപ്പെട്ട സാരി 260 2 പോപ്കോൺ കുർത്തീസ്. ചിങ്ങത്തിൽ മുഹൂർത്തം എന്ന ഒരു ഫെസ്റ്റ് നമ്മളിവിടെ തുടങ്ങുന്നുണ്ട്. ഞെട്ടാൽ റെഡി ആയിക്കോട്ടെ, ഞെട്ടാൽ റെഡി ആയിക്കോട്ടെ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല തണുപ്പ്, നല്ല അടിപൊളി പെരുമഴ. ഈ പെരുമഴത്ത് ഞാൻ ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് അറിയാം, ഇവിടെ ഒക്കെ പകുതി വിലയാണ്. നല്ല ഓഫർ ഉണ്ട് കേട്ടോ. അപ്പൊ സാധാരണ മഴയത്തെന്ന് പറയുമ്പോൾ കർക്കിടക ക്യൂവിന്റെ ഓഫറാണ് ഉണ്ടാവാറ്. അപ്പൊ കർക്കിടക ക്യൂവിന്റെ ഓഫർ ഇപ്പൊ നിലവിലുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടിയുള്ള ഈ ഒരു ഓഫർ, അതും മൊത്തം 60,000 സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള ബിഗ് ബിൽഡിങ്ങിലാണ്. അതിൽ 20,000 സ്ക്വയർ ഫീറ്റ് മൊത്തം സാരീസിന് വേണ്ടി മാറ്റി വെച്ചേക്കുക. സാരീസ് എന്ന് പറയുമ്പോൾ ബ്രൈഡിന് എന്തൊക്കെ, ബ്രൈഡ് സാധാരണ സാരി അങ്ങനെ എന്തൊക്കെ പേര് പട്ടിനുണ്ട് അതൊക്കെ ഇവിടെ കിട്ടും, അതും പകുതി വിലയ്ക്ക്. അപ്പൊ നമുക്ക് നോക്കിയല്ലോ, നമ്മളിപ്പോ നിൽക്കുന്ന ലൊക്കേഷൻ ഏകദേശം അറിയണം അല്ലേ. നല്ല അടിപൊളി മഴ കേട്ടാ. ഈ മഴയത്തും ഇവിടെ ഈ മാതിരി തിരക്കെന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്ത ആൾക്കാർ വരില്ലല്ലോ, ഒക്കെ പകുതി വിലയ്ക്ക് കൊടുക്കണം. മഴയത്തൊരു വൈബ് തന്നെയല്ലേ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് അങ്കമാലി സീമാസില് 60,000 സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള ബിഗ് ബിൽഡിംഗിലാണ് ഓഫർ നടക്കുന്നത്. ഒക്കെ പകുതി വരില്ല മക്കളെ, വാ. നല്ല അടിപൊളി മഴ. ചേട്ടാ ഇതൊന്ന് പിടിച്ചേ, നമുക്ക് ഇനി ഓഫറുകൾ അറിയണ്ട എന്തൊക്കെയാണെന്നുള്ളത്. ഇത് വലിയൊരു ബിഗ് എന്താ ചുള്ളന്മാരായിട്ട് നിങ്ങളുടെ സ്റ്റാഫായില്ലോ. ഞാനും സെയിം ഡ്രസ്സ് തന്നെ വിചാരിക്കാണ്ട് ഇട്ടിട്ടുള്ള ഒരു ഡ്രസ്സ്. എന്തായാലും സീമാസിലത്തെ സ്റ്റാഫായി. ഇവിടെ എന്തൊക്കെ പകുതി വിലയ്ക്ക് കൊടുക്കുന്ന കർക്കിടക ഓഫർ ഇപ്പോഴും ഉണ്ടാ? കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ കർക്കിടക. അധികം ദിവസം ഇല്ല, പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് കൊണ്ടുപോവാ, അതും ഒക്കെ പകുതി വില. അപ്പൊ ഈ ഒരു ഫ്ലോർ എന്ന് പറയുമ്പോൾ ഫുൾ ജെൻസിന്റെ സെക്ഷൻ ആണ്. പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ ജെൻസ് അല്ല, ഇനി മുന്നോട്ട് അങ്ങോട്ട് ഓണം, ചിങ്ങം, കല്യാണങ്ങൾ, ഇങ്ങനെ ഫെസ്റ്റിവൽസ് ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാരി മസ്റ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു സംഭവമാണ്. സാരിയിൽ തന്നെ എത്ര തരം വെറൈറ്റീസ് വേണം, പട്ടില് ഒരുപാട് വെറൈറ്റി. അതും 20,000 സ്ക്വയർ ഫീറ്റ് മൊത്തം സാരീസിന് വേണ്ടി മാറ്റി വെച്ചേക്കാം. മൊത്തം 60,000 ഉണ്ട്, അത് വേറെ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പാണ്. ഇനി അത് മാറ്റി കാണിക്കില്ല, സാരീസിന്റെ വെറൈറ്റീസ് ആണ്. അത് എവിടെയാണ്? അതിന്റെ വിശേഷങ്ങൾ അറിയാം, സാരി ഫ്ലോറിലേക്ക് പോവാം. ഇതാണ് വെഡിങ് ഫ്ലോർ അല്ലേ മൊത്തത്തില്. അപ്പൊ ഒരു 20,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞ ഒരു വെഡിങ് ഫ്ലോർ, വെഡിങ് സാരീസ്. എന്നെ പറ്റിച്ചു എന്ന് തോന്നുന്നുണ്ട്. 20,000 അല്ല, അതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു. സാരിയുടെ ഒരു ലോകം തന്നെയാണ് കേട്ടോ. അതിന് ഏത് തരം സാരീസ് വേണം, ഒക്കെ വെറൈറ്റി സാരീസ്. ഓ, പെണ്ണുങ്ങളുടെ ഒരു എന്താ പറയാ രോമാഞ്ചാണ് ഈ ഒരു സാരി എന്ന് പറയുന്നത്. ഷെർലി സുഖാണോ? ആൾക്ക് സാരിയെ കുറിച്ച് എല്ലാം അറിയാം. നമ്മുടെ മെയിൻ സാരിയെ കുറിച്ച് ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ ഒരു ഹൈലൈറ്റ് ഇതാണ്. സാരിയെ കുറിച്ച് ഞങ്ങളല്ലാണ്ട് വേറെ ആർക്കും പറയാൻ പറ്റില്ല അല്ലേ ഷെർലി? സാരികളുടെ വെറൈറ്റി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതും ഒക്കെ പകുതിയല്ല. അതെ, സാരി എല്ലാം പകുതി വില. അതാ കണ്ടോ, കുബേര സിൽക്കിന്റെ സാരിയാണ് ഈ കാണുന്നത് മൊത്തം. മൊത്തം കുബേര പട്ട് സാരി. റേറ്റ് അറിയണമെന്നുണ്ട്. റേറ്റ് അറിയണേക്കാളും മുന്നേ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം അല്ലേ? ഓ, നല്ല പറഞ്ഞ മേഡം ഞെട്ടൂട്ടോ. വെറും ഞെട്ടാൽ റെഡി ആയിക്കോട്ടെ. വെറും 610 രൂപയുള്ളൂ ഈ സാരി. എത്ര? 610 രൂപ. കുബേര സിൽക്കിനോ? സൂപ്പർ. എന്നാ കളറുകളും ഉണ്ട്. ഈ കളറ് നോക്കാം നമുക്ക്, എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ചേച്ചി ഇതൊന്ന് വെച്ച് നോക്കണ്ട്. 600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000ന്റെ മതിപ്പ് ഉണ്ടാവും ഈ ഒരു സാരിക്ക്. ഓഹോ, കുബേര പട്ട് സാരി കേട്ടോ. എന്താ ലുക്ക് അല്ലേ? ഒരു 10,000 രൂപ സാരി കൊടുത്താൽ മതിപ്പണ്ട. ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ നല്ല അടിപൊളി സാരി മേഡം. ആര് പറയൂ ഇത്? അതും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കുബേര പട്ട്. ഇപ്പൊ വെറും 610 രൂപ. പക്ഷെ പിന്നീട് വന്നു കഴിഞ്ഞാൽ ഇത് റേറ്റ് കൂടും. 1220 ആവും. ഓ, ശരിക്കുള്ള റേറ്റ് 1220 ആണ്. പക്ഷെ ഇപ്പൊ പകുതി വിലക്കാണ് കൊടുക്കുന്നത്. ഇപ്പൊ വന്നാൽ നമുക്ക് ഈ റേറ്റിന് തന്നെ 2 സാരി കൊണ്ടുപോവാ അല്ലെ? അപ്പൊ ഇത് ഫുൾ കുബേര പട്ടിന്റെ പല കളേഴ്സ് ആണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് പല കളേഴ്സ് അതിൽ തന്നെ കണ്ടോ മേഡം, നമുക്ക് സോഫ്റ്റ് ബനാറസ്. ഒരു മിനിറ്റ്, ഈ സാരിയിൽ ഇത്രയും സ്റ്റോക്ക് ഉണ്ടോന്ന് കാണിക്കണ്ട. ഇനി എത്ര പെട്ടെന്ന് ഇത് പെട്ടെന്ന് സെയിലായി പോകും. പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് ഇഷ്ടപ്പെട്ട കളറൊക്കെ കൊണ്ടുപോകാൻ പോവാ. വെറും 610 രൂപ. 610 രൂപ. ഇതും നല്ല സിൽവറിലാണല്ലോ. ഇതെല്ലാം സോഫ്റ്റ് ബനാറസിയിൽ വരുന്നതാണ്. ഇത് ജർമ്മൻ സിൽവർ ജെറിയാണ് ഇതിനകത്ത് വരണേ. ഓക്കെ, ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ കൂടെ ഓക്കെ
ഇത് ജർമ്മൻ സിൽവർ ജെറിയുടെ സോഫ്റ്റ് ബനാറസി സാരിയാണ്. പിന്നെ എന്താ, ഇവരൊക്കെ ഭയങ്കര എക്സ്പെർട്ട് ആണ് നമ്മളിങ്ങനെ ഉടുപ്പിക്കാനും ഇടാനും എല്ലാം കാര്യത്തിന്. ഇത് ജർമ്മൻ സിൽവർ ഇപ്പോഴത്തെ ട്രെൻഡി ആണെന്ന് തോന്നുന്നു. അതെ അതെ ആ പെട്ടെന്ന് നമുക്കൊന്ന് ഉടുത്ത് പെട്ടെന്ന് സെറ്റാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതില് വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് എല്ലാ സാരീസ് ഉണ്ട്. നിങ്ങൾ പട്ടിൽ എന്തൊക്കെ സാരി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നു ആ സാരി ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ചേച്ചി പിന്നെ എക്സ്പെർട്ട് ആണ്. എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഇവിടെ? ഞാനൊരു 20 വർഷം. 20,000 സ്ക്വയർ ഫീറ്റിനാണ് ഞാൻ പറഞ്ഞത്. ഇത് 20,000. അടിപൊളി. ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിന്റെ ജർമ്മൻ സിൽവർ ജെറി, സിൽവർ ആണ് മെയിൻ ആയിട്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, ബനാറസിൽ പെടുന്നതല്ലേ? സോഫ്റ്റ് ബനാറസി. ഇതില് കളേഴ്സ് ഇത് നോക്ക് മാഡം, പുതിയ ട്രെൻഡ് ചാർക്കോൾ ജെറിയിൽ വരുന്നത്. ഓ അടിപൊളിയോ. ഒന്ന് നോക്കിയേ, വന്ന് അടുത്തി കൂടെ വന്നല്ലോ കേട്ടോ. ഇതിന്റെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇത് ഈ ഒരു ഡിസൈനും അതുപോലെ തന്നെ ചാർക്കോൾ എന്ന് പറയുമ്പോൾ ഒരു ബ്ലാക്ക് ആഷില്, മറ്റേത് സിൽവറില്, ഇതാണെങ്കിൽ ഗോൾഡ്, ഇതാണ് കോപ്പറിലുണ്ട്. അപ്പൊ ഗോൾഡ് ഒക്കെ ട്രെൻഡ് മാറി, ഇപ്പൊ വെറൈറ്റികളാണ്. ഗോൾഡൻ ട്രെൻഡ് മാറിയിട്ടില്ല, ഗോൾഡനും വരുന്നുണ്ട്. നമുക്ക് വെറൈറ്റീസ് എല്ലാം വരുന്നത്. അപ്പൊ സോഫ്റ്റ് ബനാറസി സാരീസ്. ഇത് റേറ്റ് ഒക്കെ പകുതി വിലയുള്ളൂ ഏകദേശം. ഇതൊരു 1100 വരുള്ളൂ. നമുക്ക് 1120 രൂപ എടുക്കും. ഇത്രയും സോഫ്റ്റിലാ? ഓക്കെ, ഒന്നുകൂടി പറഞ്ഞ ഞാൻ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. 1120 രൂപ. 1120 രൂപയ്ക്ക് ബനാറസി സോഫ്റ്റ് സിൽക്ക്, അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതൊന്നല്ല സാരിയുടെ ശരിക്കുള്ള നോക്കി ആ അറ്റം വരെ ഒന്ന് നോക്കിയൊക്കെ അടിപൊളി. ഞാനൊന്ന് ഉള്ളിലേക്ക് ചാടാൻ നല്ലത്. ഈ സാരിയുടെ കളക്ഷൻ കാണിക്കുമ്പോഴേ നമുക്കൊരു ഹരമാണല്ലോ. ഈ ഒരു ഹരം നമുക്കൊന്ന് അകത്ത് കയറി നോക്കിയാലോ. വാ ഓടി വാ. അതിന്റെ വെറൈറ്റി കാണണമെങ്കിൽ ഇവിടേക്ക് തന്നെ വരണം. കാരണം അവിടെ നിന്നാൽ ലുക്കൊന്നും മനസ്സിലാവില്ല. ലുക്ക് കാണണമെങ്കിൽ ഇവിടെ വരണം. ഇവിടെ ഇങ്ങനെ ഇട്ട് നോക്കണം. ഇപ്പൊ ശരിക്കും കല്യാണ പെണ്ണിന് സാരി കൊടുക്കാൻ വന്ന പോലെയായി. കംപ്ലീറ്റ് ഇതേ കണ്ടോ, ഞങ്ങൾ വെഡിങ് വന്നിട്ടുണ്ടെങ്കിൽ ഉടുപ്പിച്ചൊക്കെ കാണിച്ച് അവരെ നല്ല രീതിയിലാക്കും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് ഒരു കല്യാണത്തിന് സെറ്റ് ചെയ്യുന്ന രീതി തന്നെ ആക്കും. അതും തന്നെയല്ല, ഇപ്പൊ കർക്കിടക ഓഫർ കുറച്ച് ദിവസങ്ങളുള്ളൂ. അപ്പൊ കല്യാണം അല്ലെങ്കിൽ ഇനി ഓണത്തിനൊക്കെ പർച്ചേസിങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നാൽ നമുക്ക് കൂടുതൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത് ഒരു കളക്ഷൻ. അപ്പൊ പട്ട് സാരിയുടെ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് ഒന്ന് കമന്റ് സെക്ഷനിൽ പറയണം. അപ്പൊ നമ്മൾ 2 പേര് പറഞ്ഞു, കുബേര സിൽക്ക് പറഞ്ഞു, പിന്നെ കുബേര സിൽക്ക്, ഇത് സോഫ്റ്റ് ബനാറസി. 2 ആയിട്ട് ഇനി 3ാമത്തെ. ഓരോ പേരുകളും നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ. ഇതിന്റെ ഒന്ന് കളക്ഷൻ ഒന്ന് ഓടിപ്പിച്ച് നോക്കിയാൽ ഫുൾ വെറൈറ്റീസ്. ഇത് ഫുള്ള് ഡിഫറെന്റ് ലുക്കിലാണ് വരുന്നത്. വലിയ ബൂട്ട, ചെറിയ ബൂട്ടാസ്, വെറൈറ്റി ഡിസൈൻസ് ആണ്. പല ഡിസൈൻസിൽ വരുന്നത്. ഇനി അടുത്തേക്ക് കിടക്കാം. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോർജറ്റ് ബനാറസിയിൽ വരുന്നതാണ്. ജോർജറ്റ് ബനാറസി സാരി. ഇത് പിടിച്ച്. ഇതാണെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റിൽ വരുന്നത്. ഇത് കോൺട്രാസ്റ്റ് അല്ലാത്ത സിംഗിൾ ഷെയ്ഡിൽ വരുന്നത്. ഇതും ചാർക്കോളിൽ വരുന്നത്. അതാണെങ്കിൽ ഇതൊരു മെറ്റാലിക് ജെറിയാണ്. മെറ്റാലിക് ജെറിയിൽ കേട്ടോ. ഇത് സിംഗിൾ ഷെയ്ഡിലാണ് വരുന്നത്. ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതാണെങ്കിൽ കോൺട്രാസ്റ്റിലാണ്. ഒരു ബനാറസി ടച്ച് അല്ലേ. ഇതിനും ലൈറ്റ് ഡാർക്ക് ഷെയ്ഡ്സ് എല്ലാതും അവൈലബിൾ ആട്ടോ. ഇതൊക്കെ എപ്പോഴും ട്രെൻഡ് ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ? അതെ, ഇതാണ് മറ്റേ നമ്മൾ പറഞ്ഞ ആ ഇതിന്റെ ചാർക്കോൾ എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ഫിനിഷിംഗിലാണ് കൂടുതൽ നിൽക്കുക. ബ്ലാക്കും ആഷും മിക്സ് ആയിട്ട് വരുന്ന ഒരു സാരി കേട്ടോ. മാഡം ഇതിൽ തന്നെ വിസ്കോസ് ബനാറസി ഉണ്ട്. നമുക്ക് എല്ലാ വെറൈറ്റി ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഇതെന്ത് ബനാറസി? ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോർജറ്റ് ബനാറസി. ബനാറസിയിൽ തന്നെ സോഫ്റ്റ് ബനാറസി ഉണ്ട്, ജോർജറ്റ് ഉണ്ട്, വിസ്കോസ് ഉണ്ട്. അപ്പൊ ഏതാണെങ്കിൽ നിങ്ങൾ വന്ന് ചൂസ് ചെയ്യാൻ നേരിട്ട് വരണം. എവിടേക്കാ വരണം ചേച്ചി? അങ്കമാലി സീമാസിലേക്ക്. വേറെ എവിടെ പോണം? സീമാസ്. അങ്കമാലിയിൽ സീമാസ് ഇല്ലെങ്കിൽ പിന്നെ അങ്കമാലി ഇല്ല കേട്ടാ. അല്ലേ? ഓക്കെ. അപ്പൊ ബനാറസി ആയിട്ടോ. അതിൽ തന്നെ കുറെ വെറൈറ്റീസ് ഉണ്ട്. ലൈറ്റ് ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡ് ഒക്കെ. ഒന്ന് അടുത്തേക്ക് വന്നാലാണ് കറക്റ്റ് ലുക്ക് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇപ്പൊ ഇത് വീഡിയോ കോൾ ഉണ്ടോ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി. കറക്റ്റ് ഡീറ്റെയിലിംഗ് കേട്ടോ. മാഡം എംബോസ് ഡിസൈൻ. എംബോസ് ഡിസൈൻ എന്ന് വെച്ചാൽ ഒരു 3D ഫീലിംഗ് കിട്ടും. കുറച്ചുകൂടി ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ് ആയിട്ടാണ്. ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വിളിച്ച് ചോദിച്ചാൽ മതിയാ? മതി. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് നമുക്ക് 700 രൂപ 600 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് ഈ ഒരു ബ്രൈഡൽ സെക്ഷനിൽ വരുന്നത്. ബ്രൈഡൽ സെക്ഷൻ നമുക്ക് ഒരു 750 ആ റേഞ്ചിലേക്ക് കയറി പോട്ടാ. അപ്പൊ അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ഇതൊക്കെ നിസ്സാര റേറ്റ് ഉള്ളോ? എനിക്ക് 4 കണ്ണട വെക്കേണ്ടി വരും. അത്രയ്ക്ക് റേറ്റ് കുറവാണ്. ഒക്കെ പകുതി വില. ഇതിന്റെ റേറ്റ് അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ?
ഇങ്ങോട്ട് വന്നാൽ മതി അല്ലേ? അങ്കമാലി സീമാസിലേക്ക് അങ്കമാലി സീമാസില്. ഓക്കെ, ഇനി അടുത്ത ഇതെല്ലാം പട്ടുസാരികളാണ്. പട്ടുസാരികൾ തന്നെ നമുക്ക് പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പട്ട് സാരിയില് അതില് ചന്തേരി പട്ട്, ഇതൊക്കെ ചന്തേരിയിലല്ലേ പറഞ്ഞേ? ഇത് ചന്തേരിയിലല്ല, ഇത് നമുക്ക് ബാംഗ്ലൂർ ആർട്ടിൽ വരും. അങ്ങനെ ഞാൻ ആ പേര് എടുപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ എണ്ണത്തിൽ പിടിച്ചോട്ടോ. കമന്റ് സെക്ഷനിൽ ഇടാനുള്ളതായ ലാസ്റ്റ് ഞാനൊരു സമ്മാനം തരുന്നതായിരിക്കും. ഓക്കെ, പറഞ്ഞോളൂ. ഇതൊക്കെ ബാംഗ്ലൂർ ആർട്ടിൽ വരുന്നതാണ് ഈ പട്ടുസാരികൾ. പിന്നെ പട്ടുസാരികളുടെ വിവിധ മോഡലുകളാണ് ഈ കാണുന്നത് മൊത്തം അല്ലേ? ഇത് ഫുള്ള് ഒരു പട്ട് സാരിയുടെ ഒരു വെറൈറ്റി സാരീസ് ആണ്. അതിൽ കോൺട്രാസ്റ്റിലുണ്ട്, സിൽവർ കോൺട്രാസ്റ്റ് അല്ലാത്തതുണ്ട്, വലിയ ബൂട്ടാസ്, ചെറിയ ബൂട്ടാസ്, റെയിൻ ഡ്രോപ്സ്. ഇത് ബോർഡർലെസ്സില് ഇതൊരു വെറൈറ്റി അല്ലേ? ഇതൊരു വെറൈറ്റിയാണ്. ഇതൊന്നും ഓപ്പൺ ചെയ്യാൻ നല്ല സോഫ്റ്റ് സിൽക്ക് ആണ് കേട്ടോ വരുന്നത്. ഞാൻ ചേച്ചി ഇതിന്ന് വെറുത്തുണ്ട്, വേറൊന്നും വിചാരിക്കില്ല. മാഡം നിർത്തിക്കോ, ഞങ്ങൾ മടക്കാൻ അറിയാവുന്നവര്. മടക്കാൻ അറിയോ? 2 ദിവസത്തേക്ക് ഞാൻ ചേച്ചിന് വീട്ടിൽ കൊണ്ടുണ്ട്. വീട്ടിൽ കുറെ തുണിയുണ്ട്, നിറന്നല്ലാട്ടെങ്കിൽ മടക്കാൻ നേരം കിട്ടാതെ. അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നല്ല അടിപൊളി ബോർഡർലെസ് സാരി. അതില് ഫുൾ ഇത് കാണുന്നത് വീവിങ് ആണ് കേട്ടോ, പ്രിന്റ് അല്ല വരുന്നത്, ഫുൾ വീവിംഗ് അല്ലേ? ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ, വിത്ത് ബ്ലൗസോട് കൂടിയിട്ട്. പറഞ്ഞോളൂ ചേച്ചി. ഇതാ ഇത് വിത്ത് ബ്ലൗസ് വരുന്നത്, പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്, ബോർഡർലെസ് ആണ്. ഇതാണ് പല്ലോ വരുന്നത്, പല്ലോ നല്ല റിച്ച് പല്ലോയാണ്. അതുപോലെ തന്നെ ഗ്യാപ്പ് ഇട്ടാണ് കേട്ടോ ഈ വർക്ക് വരുന്നത്. അതെ, ഇത് ഗ്യാപ്പ് ഉള്ളതും ഗ്യാപ്പ് ഇല്ലാത്തതും പല രീതിയിലായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഒരു സാരികൾ എന്തോരം എടുത്താലും എന്തോരം കണ്ടാലും മതിയാവാത്ത വിധത്തിലാണ്. ഇതൊരു സ്റ്റാറിന്റെ ഡിസൈനാണ് വരുന്നത്, കണ്ടോ? ചെറിയ ഡിസൈൻസ്, ചെറിയ സ്റ്റാറിന്റെ ഡിസൈൻസാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതാ മേഡം ടിഷ്യൂലേക്ക് വരുന്ന ഒരു പട്ടുസാരിയാണിത്, ടിഷ്യൂ പട്ടുസാരി. ഇത് ബ്രൈഡലാണ്. സത്യം പറയാലോ, ഇതൊക്കെ അടിപൊളിയായിട്ട് ഒരു റിസപ്ഷനോ ഫംഗ്ഷനോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ലുക്ക് ആയിരിക്കും. കളർ വൈസും അടിപൊളിയാണ്, റയർ ഷെയ്ഡാണ് അല്ലേ? ഷെയ്ഡ്. ഇതൊന്നും ഓപ്പൺ ചെയ്യണം കേട്ടോ. ഇത് ശരിക്കും കോപ്പറിന്റെ അല്ലേ? നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഷോ ഇത് ഇങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ആദ്യം ജിഗ് ജാക്ക് വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള കളർ. അപ്പൊ ഈ സാരി എന്ത് പേര് പറയാ? ഒരു സിക്സാഗ് ഡിസൈനിൽ വരുന്നതാണ് ടിഷ്യൂ പട്ട് സാരി. ടിഷ്യൂ പട്ട് സാരി. ഞാൻ ഓരോരോ സാരികളുടെ പേര് പറയുന്നുണ്ട്, കമന്റ് സെക്ഷനിൽ വേഗം വന്നോ, കമന്റ് ഇട്ടോ. ആദ്യത്തെ ഒരു സമ്മാനം ഉണ്ട് എന്തായാലും, അത് ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും പറയുന്നത്, അതുവരെയൊക്കെ ഇരുന്ന് സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണണം കേട്ടോ. അപ്പോൾ സാരിയുടെ ലുക്ക് ഇതാണ്. ബ്ലാക്ക് ആണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത്. ഇതാണ് ഇത് കയ്യിലേക്കുള്ളത്, സ്ലീവിലേക്ക് വരുന്നതാണ്. ഈ ചെറിയൊരു ലൈനായിട്ട് വരുന്നതാണ് കേട്ടോ. ഇതാണ് ഈ സാരിയുടെ റേറ്റ് ഒന്ന് ഗസ് ചെയ്ത് പറയാൻ പറ്റുമോ? ഇവിടെ ആണെങ്കിൽ റേറ്റ് കുറയുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പക്ഷെ പുറത്ത് ഇതിനേക്കാളും റേറ്റ് കൂടും. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ. ഗസ് ചെയ്യാൻ ഞാൻ ആളല്ല, ഞാൻ റേറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് റേറ്റ് അറിയണം. ചേച്ചി വേഗം പറ. ഒന്ന് പറഞ്ഞു നോക്ക് മേഡം, ഒന്ന് പറഞ്ഞു നോക്ക്. ഞെട്ടി നമ്മള് ഫസ്റ്റില് പറഞ്ഞേക്കാളും കുറച്ചുകൂടി കൂടുതലാണെന്ന് വെച്ചാ 655 രൂപ. അതന്നെ 630 നേരത്തെ ഫസ്റ്റ് പറഞ്ഞത്. നമ്മൾ കുബേരപ്പെട്ടിന് എത്ര പറഞ്ഞു? 610 രൂപ. അതന്നെ 610 ഫസ്റ്റ് പറഞ്ഞേക്കാളും കുറച്ചുകൂടി റേറ്റ് കൂടും. അപ്പൊ ഈ സാരിയുടെ റേറ്റ് എത്രയാ? 655 രൂപ. 655 രൂപയ്ക്ക് നല്ല അടിപൊളി സാരിയാണ് കിട്ടുന്നത്. അതും റയർ ഷെയ്ഡിലുണ്ട്, ഷെയ്ഡ് ഉള്ളതും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഈ റേറ്റിന് ഇപ്പൊ കൊണ്ടുപോകാം. ഇപ്പൊ കർക്കിടക്കുണ്ട്. കുറച്ച് നിമിഷം കൂടിയുള്ള നിമിഷമല്ല, കുറച്ച് ദിവസങ്ങൾ. അപ്പൊ ഇത്രയും പുറത്ത് മഴ നിൽക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഇവിടെ തിരക്കും ഉണ്ട്. ഈ മഴയത്തും ഇവിടെ ആൾക്കാർ ഈ മാതിരി മേടിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാണ്ട് ആരും വരില്ലല്ലോ അല്ലെ? അതെ, ഞങ്ങൾക്ക് എന്നും നല്ല തിരക്കാണ് മേഡം, നല്ല തിരക്കാണ്. ഓക്കെ, അടുത്തേക്ക് കിടക്കാം നമുക്ക്. ഇനി അടുത്ത സാരി നമുക്ക് കുറച്ച് ഫാൻസി ആയിട്ടുള്ള പട്ടുസാരികൾ. ഓക്കെ, സ്റ്റോണൊക്കെ ചെയ്ത പട്ടുസാരി. എന്തായാലും ഇവിടെ ഫുള്ളി സാരി കാണിക്കാൻ എളുപ്പമല്ല, പക്ഷെ ഉള്ളത് നമ്മൾ കുറച്ച് വെറൈറ്റികൾ ഇപ്പൊ പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ടല്ലോ സാരീസിൽ. സാരികൾ ഒത്തിരി വന്നിട്ടുണ്ട്. വെറൈറ്റി സാരീസ് ആണ് നമുക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണെങ്കിൽ നമുക്ക് സ്റ്റോൺ വെച്ചിട്ട് ഒരു ബ്രൈഡ് ലുക്കിൽ വരുന്ന. ചേച്ചി ഈ സാരിയുടെ പേരെന്താ? ഫാൻസി എന്ന് പറയും അല്ലേ? ഇത് ഫാൻസി സാരി, ഫാൻസി പട്ട് സാരി വിത്ത് സ്റ്റോണോട് കൂടിയിട്ട് കോൺട്രാസ്റ്റ് വർക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് ഫുള്ള്. അപ്പൊ ഇതിന്റെയും കോൺട്രാസ്റ്റ് ഉള്ളതും ഉണ്ട്, കോൺട്രാസ്റ്റ് ഇല്ലാത്തതും ഉണ്ട് കേട്ടോ. 2 രീതിയിലാണ് വരുന്നത്. ഏത് രീതി വേണേലും എടുക്കാം. അതും ഫാൻസി സാരി എന്ന് തന്നെ പറയാം. പട്ട് സാരിയുടെ പേര് ഫാൻസി പട്ട് സാരി കേട്ടോ. അപ്പൊ ഇതാണ് ലുക്ക് വരുന്നത് കേട്ടോ. ഇതിന്റെ മുന്താണി പോർഷൻ ഇതായിരിക്കും ഇത് അല്ലേ? ഓക്കെ, വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് വരുന്നത്. പിന്നെ സാരി ഇത് കണ്ടാലും തീരില്ല അല്ലേ? ഇനി ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
ഫാൻസി സാരീസ് വരുന്നതാണ് കേട്ടോ, സ്റ്റോൺ ഒക്കെ വെച്ച്. എന്നുവെച്ചാൽ അതില് ജിമ്മിച്ചു വരും, ജോർജറ്റിന്റെ വരും, ക്രഷ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. ഇപ്പൊ അതാവുമ്പോ ഷിമ്മറാണ് വരുന്നത്. ഷിമ്മറിൽ വർക്കുള്ളത് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ചേച്ചിക്ക് മടക്കാൻ അറിയുമെന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ പ്രശ്നമില്ല. മേഡം ധൈര്യമായിട്ട് മടക്കിക്കോ, ഞങ്ങൾ എല്ലാവരും അല്ല ധൈര്യമായിട്ട് കൊടുത്തോളൂ, ഞങ്ങൾ മടക്കിക്കോളാം. ധൈര്യമായിട്ട് നിവർത്തിക്കോ. ഇതാണ് ഇതൊരു ഫാൻസി നമുക്ക് ഷിമ്മറിൽ വരുന്നതാണ്. ഷിമ്മർ ഉണ്ട്, ക്രഷ് മെറ്റീരിയൽ ഉണ്ട്, ക്രഷ് ജോർജറ്റിലുണ്ട്, ഇങ്ങനെ ചിന്നോൺ ഫാബ്രിക്കിലുണ്ട്. ഇത് ക്രഷിൽ വരുന്നത് അല്ലേ? ഇത് ക്രഷ്. ഷെർലേറ്റ് പറഞ്ഞ മേത്തിട്ട് കാണിച്ചത് നല്ല വെറൈറ്റി ആയിട്ടുള്ളത്. ഇത് ലൈറ്റ് ഷെയ്ഡിൽ പേസ്റ്റലിൽ വരുന്നതാണ്. പേസ്റ്റൽ അല്ലാത്തതും ഉണ്ട്, ഡാർക്കിൽ എംബ്രോയിഡറി വർക്ക് ആയിട്ടുള്ളതും ഉണ്ട്. ഇത് ഫുൾ സ്റ്റോൺ ആണ്. സ്റ്റോൺ മീൻസ് ക്രിസ്റ്റൽ സ്റ്റോൺസ് ആണ് കേട്ടോ. അത് ലൈറ്റ് ഫ്രഷ് ആണ് കേട്ടോ മേഡം. ഇത് നമുക്ക് അയൺ ചെയ്യൊന്നും ചെയ്യണ്ട. അത് നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് വെറുതെ ഒന്ന് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അയൺ പോലും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വൺ ലെയർ ഇടണമെങ്കിലും ട്രാൻസ്പെറന്റ് ഒന്നും അല്ല. അതെ, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് വരുന്നതാണ്. അപ്പൊ എത്ര തരം പേരുകൾ പറഞ്ഞു, ഓർത്ത് വെച്ചോ. അടുത്തേക്ക് കിടക്കാം. ഇനി ഇതാ ഇപ്പൊ ഈ സാരീസ് കാണിക്കുമ്പോ സാരീസ് മാത്രമല്ലാന്ന് ഇവിടെ വിചാരിക്കരുത്. ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പാണ്. ജെന്റ്സില് ഇവ ടവൽ തൊട്ട് അണ്ടർ ഗാർമെന്റ്സ്, ജെന്റ്സിന്, കിഡ്സിന്, അങ്ങനെ എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് ആ ഫ്ലോറിലേക്ക് എന്തായാലും നമുക്ക് പോയി കാണാം. അപ്പൊ ഇതിനി വെഡിങ്ങിന്റെ റിസപ്ഷനൊക്കെ പറ്റിയ ലാച്ച ലെഹങ്കാസ് അല്ലേ? ലെഹങ്കാസ് ഒക്കെ ആണ്. അതില് ഹെവി തൊട്ട് നോർമൽ റേറ്റ് വരയ്ക്ക് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഫുൾ സ്റ്റിച്ചഡ് ആണോ അല്ലേ? അല്ല, സെമി സ്റ്റിച്ചഡ് ആണ്. ഇത് ഫുൾ സെമി സ്റ്റിച്ചഡ് ആണ്. സൈഡിൽ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല. ഇത് സ്റ്റോൺ വിത്ത് എംബ്രോയിഡറി വർക്കോട് കൂടിയിട്ടാണ്. ലൈനിങ് ഒക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ. ലൈനിങ് ഒന്നും ഇനിയും ചെയ്യണ്ട. അതെ, അധികം റേറ്റും ഇല്ല. റേറ്റ് ഒക്കെ നിസ്സാര റേറ്റുകളല്ലോ, വീണ്ടും പറയാണ്. അധികം റേറ്റ് ഇല്ല, ഒക്കെ പകുതി വിലയ്ക്കാണ് ഇപ്പൊ കിട്ടുന്നത്. ഇപ്പൊ വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വേഗം മേടിച്ചു വെച്ചോ. കോൺട്രാസ്റ്റിലാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത്. ഇത് ബ്ലൗസ് ഇങ്ങനെ. ഇതിപ്പോ ജസ്റ്റ് ഒരെണ്ണം എടുത്ത് കാണിച്ചിട്ടുള്ള. ഈ കാണുന്നത് മൊത്തം വെഡിങ്ങിന്റെ ലെഹങ്കാസ് ആണ് ഇത് വരുന്നത് അല്ലേ? പിന്നെ ഈ സാരീസ് ഒക്കെ എന്ത് സാരിയാ? ഇത് നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ, വരല്ലേന്ന് ആഗ്രഹിക്കുന്ന, എന്നാലും വൈറ്റോ ബ്ലാക്കോ ആഷ് കളർ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു സെക്ഷൻ മൊത്തം ആ ഒരു സാരിയാണ് വരുന്നത്. ഇത് ഞാൻ ഓപ്പൺ ചെയ്യാനും തൊടാനും ആഗ്രഹിക്കുന്നില്ല. ആർക്കും അങ്ങനെ ഒരു ദിവസം വരരുതെന്നും പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നമുക്ക് അടുത്തേക്ക് കിടക്കാം. നമ്മൾ വെഡിങ്, നമുക്ക് സന്തോഷം മാത്രം മതി. ഇനി അടുത്ത സാരീസ് എന്താണ്? സിൽക്ക് സാരി, ഓണം സെറ്റ് സാരി. ഇതൊക്കെ സാരീസ് തന്നെയാണ്. ഇതിലെ കയറിക്കോ ചേച്ചിമാരും അങ്ങോട്ട് കിടക്കുന്ന ഓട്ടാണ്. ഇങ്ങോട്ട് വാ. ഇത് ഫുൾ സാരീസ് തന്നെയാണ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു യൂണിഫോം സാരീസ് പറയാം. ഇതും കുറച്ച് ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സാരി ഡിസൈനില്. ഇതും ബൾക്കായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് വേണമെന്ന് വെച്ചാൽ എത്ര നമ്പർ വേണമെങ്കിലും കൊടുക്കുന്നു. എത്ര നമ്പർ വേണമെങ്കിലും ഉണ്ട് കേട്ടോ. അത് എത്രയും കളേഴ്സിലും അവൈലബിൾ ആണ്. ഇത് ഫുൾ അത് ലൈനിലുണ്ട്, സിഗ്സാക് മോഡലുണ്ട്, സ്ട്രൈപ്പിലുണ്ട്, അങ്ങനെ. ഇത് ഫുൾ സാരീസ്. ഇനി സെറ്റ് സാരി, സെറ്റ് മുണ്ട്. ഇപ്പോൾ ഓണം വരല്ലേ, ഓണത്തിനുള്ള സെറ്റ് മുണ്ടും സെറ്റ് സാരിക്കും ഓഫർ ഉണ്ടോ ചേച്ചി? ഇത് കണ്ടോ, 600 രൂപയ്ക്ക് 3 എണ്ണാണ്. ഞെട്ടിയോ? 200 രൂപയുള്ളൂ. 200 രൂപയുള്ളൂ. ഞെട്ടിയോന്നാ? എന്റെ കാലൊക്കെ ഇങ്ങനെ തണുത്ത് ഇങ്ങനെ ഇങ്ങനെ നിൽക്കാണ്. 200 രൂപയ്ക്ക് ഇതേ സെറ്റ് സാരി, അടിപൊളി കേട്ടോ. അപ്പൊ ഇതില് നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ ഏത് വേണമെങ്കിലും എല്ലാത്തും ഈ ഒരു ഏകദേശം റേറ്റ് ആയിരിക്കും. ഇതിൽ തന്നെ ടിഷ്യൂ വരുന്നതുണ്ട്, കോട്ടൺ വരുന്നതുണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് സെറ്റ് സാരി എന്ന് പറയുമ്പോൾ ടിഷ്യൂലും കോട്ടൺ ആണ് മെയിൻ ആയിട്ട് നോക്കുക. അത് രണ്ടും ഉണ്ട്, അത് രണ്ടിലും ഓഫറും ഉണ്ട്. പിന്നെ എന്താ ഇതൊക്കെ വർക്ക് വരുന്നത്. ഇതിനൊക്കെ നമുക്ക് ഓഫർ അല്ലാതെ ഇപ്പൊ 500 അങ്ങനെയൊക്കെ ഓഫർ വരുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത് 200 രൂപയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് എടുക്കുകയാണെങ്കിലല്ലേ എല്ലാ കൊല്ലം നമുക്ക് ഇത് ഇടുമ്പോ ആരും അറിയാൻ പോണില്ല. ഒരു പ്രാവശ്യം എടുത്താലും മതി, ധാരാളം. ഓക്കെ. അപ്പൊ 200 രൂപയ്ക്ക് സെറ്റ് സാരി കേട്ടോ. ഇനി സെറ്റ് മുണ്ടുകളാണത്. സെറ്റ് മുണ്ടിനും സെയിം സെറ്റ് മുണ്ടും ഉണ്ട്. ഇതുപോലെ തന്നെ 200 രൂപയ്ക്ക് 600 രൂപയ്ക്ക് 3 എണ്ണത്തിന്റെ ഉണ്ട്. അതൊക്കെ നമുക്ക് അവസാനിക്കാൻ പോണട്ടാ. കാരണം ഇത് അങ്ങോട്ട് നോക്കി പറയാ, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. വേഗം പറഞ്ഞോ. ഇതിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കർക്കിടക കിഴിവ് അവസാനിക്കാറായി. അപ്പൊ അതിന് മുന്നേ വേഗം തന്നെ മേടിച്ചോ. ഇഷ്ടം പോലെ എന്താ പറയാ, സമയം നമുക്ക് അധികം ഇല്ല, ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. വേഗം വന്ന ആ റേറ്റിന് കൊണ്ടുപോകാം. എന്ന് വെച്ചാൽ ഈ വീഡിയോ ഇട്ട ശേഷം തന്നെ ആൾക്കാർ ഇവിടെ എത്തി തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കിട്ടിയില്ല പരാതി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലേ? ഓണായിട്ട് മേടിച്ച് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഇപ്പൊ മേടിച്ചു വെച്ചോ. ആരും അറിയാൻ പോണില്ല ഇത്ര റേറ്റ് കുറവാണ് നമ്മൾ മേടിച്ചിരുന്നത് അല്ലേ?
ഓക്കെ, അടുത്തേക്ക് ആണല്ലോ. ഇനി ഇതിനൊക്കെ പറ്റിയ റെഡിമെയ്ഡ് ബ്ലൗസുകൾ ഇതാ ഈ ഇരിക്കണതെല്ലാം റെഡിമെയ്ഡ് ബ്ലൗസുകളാണ് കേട്ടോ. അതേ കണ്ടോ നമ്മുടെ കയ്യില് ഇതൊക്കെ ബനിയൻ സ്റ്റഫ്, ലൈക്രേന്റെ, അതുപോലെ ഇതൊക്കെ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ. ഇതിലൊക്കെ സൈസസ് എങ്ങനെയാ വരിക? ഇതൊക്കെ ഫാൻസി ബ്ലൗസ് ആട്ടോ. ഇതൊക്കെ ഫ്രീ സൈസ് ആണ് വരുന്നത്. ഇതില് ലാർജ് സൈസ് തുടങ്ങി നമുക്ക് 4XL വരെ ഉണ്ട്. ഇതില് ബനിയൻ സ്റ്റഫിൽ വരുമ്പോ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതാകുമ്പോ നമുക്ക് ഓൾട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇഷ്ടപ്പെട്ട കളർ നമുക്ക് എടുക്കാം. ഫാൻസിയിൽ വരുന്നുണ്ട് വെറൈറ്റീസ്. ഓ, ഇതൊക്കെ നല്ല വലിപ്പമുള്ളത് അല്ലേ? നമുക്ക് ഫ്രീ സൈസ് ആണ്, ഓൾട്ടർ ചെയ്യാൻ പറ്റും. നല്ല സ്റ്റിച്ചിങ് ഒക്കെ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഇതാ സ്റ്റിച്ചിങ് ഒക്കെ ഫിനിഷ്, അതും വിത്ത് പാഡഡ് അടക്കമാണ് വരുന്നത്. ഹുക്കും ഉണ്ട്. റെഡിമെയ്ഡ് ആകുമ്പോൾ ചിലർക്ക് ഒരു ധാരണയുണ്ട് കറക്റ്റ് ഫിറ്റിങ്, കറക്റ്റ് സൈസിൽ കറക്റ്റ്. ഞാൻ റെഡിമെയ്ഡ് ബ്ലൗസ് യൂസ് ചെയ്യുന്ന ആളാട്ടോ. കറക്റ്റ് നമുക്കൊന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റിൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസ് ഇതാ, ഇത് ഫുൾ ഒക്കെ ഓഫർ പ്രൈസാണ്. അതെ അതെ, കിടക്കട്ടെ. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു അതൊക്കെ അതിനകത്ത് വരുന്നതാണ്. ആ ബനിയൻ സ്റ്റഫിൽ വരുന്നത് 4XL സൈസ് വരെ റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട് കേട്ടോ. ഇനി അതിനെ പറ്റിയ സ്കേർട്ടുകൾ, ഇതില്ലാണ്ട് എന്ത് സാരി ഉടുക്കലല്ലേ? മൊത്തം കളറുകൾ. ഇത് ഫുൾ നമുക്ക് അണ്ടർ സ്കർട്ടാ വരുന്നത്. ഇതില്ലാണ്ട് ഒരു സാരി ഉടുക്കാൻ പറ്റില്ല. പാന്റിന്റെ ഉള്ളിൽ ഉടുക്കണവരുണ്ട്, പക്ഷെ ഇതാണ് ശരിക്കും ആ ഒരു ഉറപ്പ്, തണ്ടൽക്ക് ഒരു ഉറപ്പ് അല്ലേ? അതെ. അപ്പൊ ഇതിലും സൈസസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അടിയിൽ നമുക്ക് ഫ്രില്ലുള്ളത് വരുന്നുണ്ട്, ഫ്രില്ലില്ലാത്ത വരുന്നുണ്ട്, പ്ലെയിനിൽ വരുന്നുണ്ട്, എംബ്രോയിഡറിയിൽ വരുന്നുണ്ട്. സാരി ഉടുക്കണവർക്ക് അറിയാം, കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല. ഇത് ഫുൾ അണ്ടർ സ്കർട്ടിന്റെ ഒരു ലോഗാണ്. ഇതൊന്നും കഴിഞ്ഞിട്ടില്ല, തീരുന്നില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് അവിടെ നടുക്കിലത്തെ സാരികൾ കിടക്കാണ് കാണാനായിട്ട്. ഇതൊക്കെ ഇനി നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ? സാരികൾ മൊത്തം ഇനി കാണാൻ കിടക്കാണ്. ഇത്രയും അധികം സാരീസ്, ഇത്രയും അധികം സ്റ്റോക്സ്, എത്ര വെറൈറ്റീസ് വേണം. ഇത് ഇവിടെയും സാരീസ്, കണ്ണൂർത്തൊക്കെ സാരീസ്. അതും റേറ്റ് കുറവിനാണ് ഇപ്പൊ കിട്ടുന്നത്. വീണ്ടും പറയണേ, പകുതി വില ഉള്ളൂ. ആർക്ക് വേണ്ടിയിട്ടാ വെയിറ്റ് ചെയ്യണേ? ഭർത്താവിനെ ജോലിക്ക് വിട്ടോ, പിള്ളേരെ സ്കൂളിലേക്ക് വിട്ടോ, നേരെ ഇങ്ങോട്ട് പോകുന്നു. 10 മണിക്കല്ലേ? 9 മണിക്ക് ജോലിക്കാരും പോവും, സ്കൂളിലുള്ള പിള്ളേരുകളും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തിന് വന്നിട്ട് പിന്നെ 4 മണിയാകുമ്പോൾ തിരിച്ചു പോയാൽ മതി. അത്രയും കളക്ഷൻസ് ഉണ്ട് കാണാൻ. 4 മണിക്കൊന്നും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും സാരിയുടെ സ്റ്റോക്സ് ഉണ്ട്. ഇവിടെയും സാരീസ് ഉണ്ട്, ഇവിടെയും സാരീസ്. കോട്ടൺ സാരീസ് ആണ് കേട്ടോ. ഇതെല്ലാം കോട്ടൺ സാരീസ് ആണ്. കോട്ടൺ സാരീസ് കേട്ടോ. അപ്പൊ കോട്ടൺ സാരീസിൽ തന്നെ നമുക്ക് വർക്ക് ഉള്ളതും വരുന്നുണ്ട്, വർക്ക് ഇല്ലാത്തതും വരുന്നുണ്ട്. ചേച്ചിമാരെ 2 സാരി ഒന്ന് കാണിച്ചെന്ന് വേഗം നിക്കാണ്ട് വാ. സാരീസ്, കോട്ടന്റെ സാരീസ് എത്ര കളേഴ്സ് വേണം? വിവിങ്ങിലുണ്ട്, വിവിങ് അല്ലാത്തതുണ്ട്, കോട്ടണിൽ തന്നെ പട്ട് വരുന്നതുണ്ട്, ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട്. കോട്ടൺ തന്നെ ഇത്രയും വെറൈറ്റി. കോട്ടണിൽ ഇത് ലിനൻ കോട്ടൺ, ഈ സൈഡ് ലിനൻ കോട്ടൺ ആണ് കേട്ടോ. അത് സാധാ നോർമൽ കോട്ടൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിനൻ കോട്ടൺ വരുന്നുണ്ട്. ലിനൻ കോട്ടൺ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. അപ്പോൾ ഇതാണ് ലിനൻ കോട്ടൺ സാരി. ശരിക്കും ഉടുത്തിട്ടില്ല. ആക്ച്വലി ഉടുത്ത് കഴിഞ്ഞാലത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മടക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ ലിനൻ സാരി ഇതാ ഒരു പിങ്ക് സെറിയിലാണ് വരുന്നത്. ഇത് ലിനനിൽ ഇതാ, പിന്നെ ഇതും ലിനൻ്റെ തന്നെ വരുന്നത്. ലിനനില് പോച്ചമ്പള്ളി ഡിസൈൻ ആണ് കേട്ടോ ബോർഡർ വന്നിരിക്കുന്നത്. അപ്പൊ ലിനന്റെ ഇത്രയും സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ നമുക്ക് വെക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇവർക്ക് ഗോഡൗൺ ഉണ്ട് കേട്ടോ. താഴത്ത് മൊത്തം സ്റ്റോക്ക് അങ്ങോട്ട് നിറച്ച് വെച്ചേക്കാണ് അല്ലേ? ഇതും ലിനൻ തന്നെയാ? ലിനൻ്റെ തന്നെ. അതാ ഇതും ലിനനിൽ തന്നെ പ്രിന്റ് വരുന്നുണ്ട്, സെറിയിൽ വരുന്നുണ്ട്, വർക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ലിനന്റെ ഒരു കളക്ഷൻ ആണ് കേട്ടോ. ഈ ഫുൾ കാണുന്നത് മൊത്തം ലിനന്റെ കളക്ഷൻ കണ്ടോ. ഇത് ഫുൾ ലിനന്റെ. അപ്പൊ ഇത് സിംഗിൾ പീസ് ആയിട്ട് എടുക്കാം. 1 പീസ് ആയാലും 2 പീസ് ആയാലും 10 പീസ് ആയാലും 500 പീസ് ആയാലും ഞങ്ങള് തരും. യെസ്. ഇനി ഇത് നന്നായിട്ടില്ല, ലിനൻ തന്നെയാണോ? ഇത് നന്നായിട്ടല്ലോ. ഇത് ജൂട്ട് മിക്സ്. ഇത് ജൂട്ട് മിക്സ് സാരിയാണ്. കട്ട് വർക്കാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. കളർ അടിപൊളിയാണ്, അത് കാരണം ഞാനൊന്ന് എടുത്ത് കാണിച്ചത്. ഓക്കെ, ഇതിൽ തന്നെ വർക്ക് വേറെ, കട്ടല്ലാത്ത എംബ്രോയിഡറി വർക്കിൽ സെയിം കളറിൽ വരുന്ന ചന്തേരി കോട്ടണിൽ വരുന്ന ചന്തേരി കോട്ടൺ. പേരുകൾ പിടിച്ചോ? ചന്തേരി കോട്ടൺ. പിന്നെ ഇത് കുബേര സിൽക്ക് തന്നെയല്ലേ? അത് കുബേര സിൽക്ക്. ഈ കളറ് ആവശ്യപ്പെടുന്നവരുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ കല്യാണത്തിന് നമുക്ക് അധികം ചെലവില്ലാണ്ട് ഈ ഒരു കളർ നമുക്ക് ക്രിസ്ത്യൻ ബ്രൈഡിനൊക്കെ തലേ ദിവസം കൊടുക്കാനായിട്ടും പറ്റിയ സാരിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഉടുത്ത ഫ്ലീറ്റ് ഒക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ. ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ മാഡം. ഉട്ക സാരി വെറൈറ്റി സാരിയാണ്. ഉട്ക സാരി എന്നാണ് പറയുന്നത്. അതിന്റെയാണ് കേട്ടോ ഈ ഇരിക്കുന്ന കളേഴ്സ് എല്ലാം. ഇതൊരു സിൽവറും ബ്ലാക്ക് രണ്ടും കൂടിയിട്ട് മിക്സ് ആയിട്ട് വരുന്നത് സാരിയാണ് അല്ലേ? മെറ്റലും കൂടി. ഇതിന്റെ കളേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് ഫുള്ള്. എല്ലാം ഇതിന്റെ കളേഴ്സ്.
ഒന്ന് അടുത്തേക്ക് വന്നാലേ കറക്റ്റ് കളറ് ഡീറ്റെയിലും കാണാൻ പറ്റും. ഈ കാണുന്നത് ഫുള്ള് ഉട്ക സാരി അല്ലേ? ഈ കാണുന്ന സെക്ഷൻ മൊത്തം അത് തന്നെയാട്ടോ. ഇത് മൊത്തം അത് തന്നെയാ, ഒരു മാറ്റവും ഇല്ല. അപ്പൊ കളേഴ്സ് ഉണ്ട്, വന്ന് ചൂസ് ചെയ്യാം. ഇതിന്റെ ഡിസൈൻ നോക്കിയാ രണ്ടും ഒരു ഷെയ്ഡ് തന്നെയാ, രണ്ടിന്റെയും ഡിസൈൻ നോക്കിയേ. ഡിസൈൻ അടിപൊളിയാണ്. ഇതിന്റെ ഡിസൈൻ വെറൈറ്റികൾ പലതായിട്ടുണ്ട്. ഇത് കണ്ട പല പല ഡിസൈൻസ്, പല ഡിസൈൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഉട്ക സാരി കേട്ടാ. അടുത്തത് എണ്ണം പിടിച്ചോ. പിന്നെ നമുക്ക് വരുന്നത് ഇതാ ഇങ്ങോട്ട് വരും മേഡം. സാരിയുടെ ഒരു ലോകം തന്നെയല്ലേ. ഇതെല്ലാം താൻജോയ് സിൽക്കിൽ വരുന്ന സാരികളാണ്. താൻജോയ് സിൽക്ക് എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു സാരിയാണ്. കുറെ പേര് കമന്റിലും പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കുന്ന ഒരു സംഭവമാണ് താൻജോയ് സിൽക്ക് എവിടെ നിന്ന് കിട്ടും. ഇത് ഇവിടെ നിന്ന് കിട്ടും. കളറൊക്കെ നോക്കി, കളർ സൂപ്പറായില്ലേ. 2-3 കളർ കൂടി പിടിച്ചു ചേച്ചിമാരെ. ഈ കാണുന്നത് ഫുൾ വീവിംഗ് ആണ് കേട്ടോ. താൻജോയ് സിൽക്ക് സാരിയാണ്. നമുക്ക് റേറ്റ് ഒക്കെ ഒരു 600 ഒക്കെ തന്നെ വരുള്ളൂ. അത്രയുള്ളൂ, 600 ഒക്കെ തന്നെ വരുള്ളൂ. എന്ത് സിമ്പിളാ. നമുക്കൊക്കെ 600 എന്നൊക്കെ പറയുമ്പോ 900-ക്ക് 2 വരുന്നതും ഉണ്ട് മേഡം ഈ സാരിയില്. അങ്ങനെ 400 വരുള്ളൂ. അപ്പൊ 400 ഒന്നുകൂടി പറഞ്ഞേ. അത് തന്നെ ഞാൻ കേട്ടത് തെറ്റിട്ടൊന്നുമില്ല. ഒന്നുകൂടി പറയും കേക്കട്ടെ. 400 സംതിങ് വരുള്ളൂ ഈ ഒരു സാരി എടുക്കുമ്പോ. താൻജോയ് സിൽക്കില് കേട്ടാ. എന്നാ അതില് 600 വരെ സാരി ഉണ്ട് താൻജോയ് സിൽക്കില്. അതില് വർക്ക് ഉള്ളത്, വർക്കിന്റെ ഇതനുസരിച്ചിട്ട് റേറ്റ് മാറും കേട്ടോ. എന്റെ പൊന്നെ, അടിപൊളി ഒരു സാരി ചേച്ചി പിടിച്ചു നിന്നിട്ട് നമ്മൾ കണ്ടില്ലാന്നോ. എന്ത് വെറൈറ്റിയാ നോക്കിയേ. കളർ നോക്കിയാ മൾട്ടി ഷെയ്ഡിൽ, അതും കളർ അടിപൊളി. ഇതൊക്കെ പട്ട് സാരിയൊക്കെ മാറി നിൽക്കൂട്ടാ. താൻജോയ് നമുക്കൊരു ഫംഗ്ഷനൊക്കെ കൊടുക്കാനും നല്ല സാരിയാണ്, നല്ല അടിപൊളി സാരിയാണ്. ഇതിലെ ബ്ലൗസ് ഒക്കെ ശരിക്കുള്ള നമുക്ക് ഇതാണ് റിച്ച് പല്ലോയാണ് നോക്കിയേ മേഡം. അതെ, റിച്ച് പല്ലു. കല്യാണത്തിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഉടുത്ത് പോവാനായിട്ട് ഇത്രയോ റേറ്റ് വരുന്നുള്ള റേറ്റ് കുറവിന് നമുക്ക് എത്രയോ ഫംഗ്ഷന് കൊടുക്കാൻ പറ്റും. അപ്പൊ താൻജോയ് സിൽക്കിന്റെ ഒരു ഫുൾ കളക്ഷൻ ആണ് ഈ കാണുന്ന സെക്ഷൻ മൊത്തം കേട്ടോ. ഫുൾ കളക്ഷൻ. ഇനി ഇതേ നമുക്ക് പട്ട് സാരികളുടെ ലോകാണ് ഇത് ഇവിടെ. ഇതല്ലാത്ത ബ്രൈഡൽ സാരീസ് വേറെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കാഞ്ചീപുരം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോ നമ്മൾ നോർമല് പിടിച്ചിരിക്കുകയാണ്. ഇതെല്ലാം പട്ട് സാരികളാണ് കേട്ടോ. പട്ട് സാരി ഇതാ കണ്ടോ, ഇതെല്ലാം നമുക്ക് കല്യാണങ്ങൾക്ക് ഉടുക്കാൻ പറ്റിയ പട്ട് സാരിയാ. ഉടുക്കാനും കൊടുക്കാനും ഒക്കെ പറ്റിയ സാരികളാണ്. കണ്ട, ഉടുക്കാനും കൊടുക്കാനും പറ്റിയ സാരി, ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനൊക്കെ ഇപ്പൊ മേടിച്ചു വെച്ചോ പറ്റിയ സമയമാണ്. റേറ്റ് നല്ല വ്യത്യാസം ഉണ്ട്. ഇതൊക്കെ നല്ല സോഫ്റ്റ്. അത് തന്നെ. ഇതിന് പകുതി ഞാൻ വെറുതെ പറയണതല്ല. എന്റെ എക്സ്പ്രഷൻ ഒറിജിനൽ എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷൻ നിങ്ങളുടെ ഫേസിൽ കാണണമെങ്കിൽ ഇങ്ങോട്ട് അടുത്തേക്ക് ഒന്ന് വരണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു എക്സ്പ്രഷൻ ഫീൽ ചെയ്യുള്ളൂ. ശരിക്കുള്ള ഒറിജിനൽ റേറ്റ് ഇതാണ്. പക്ഷെ ഇപ്പൊ റേറ്റ് കുറവിനാ കൊടുക്കണം. അപ്പൊ ഇതിന്റെ പകുതി വില ഉള്ളൂ കേട്ടോ. ഇതാണ് സാരീസിന്റെ എത്ര വെറൈറ്റി ചെയ്യണതാ. ഇതിലിപ്പോ വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ലൈറ്റിലുണ്ട്, ഡാർക്കിലുണ്ട്, സിൽവറിലുണ്ട്, സ്റ്റോൺ വർക്കിൽ വരുന്നുണ്ട്. കോമ്പിനേഷൻ ഒക്കെ നോക്കി. അതെ, ഞാൻ ചോദിക്കുന്ന ഈ സാരിയുടെ പേരെന്താണ്? വിഷറി പട്ട് സാരി. വിഷറി പട്ട് സാരി. കോമന്റ് സെക്ഷനിൽ എണ്ണാനുള്ളതാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു തരുന്നത്. വിഷറി പട്ട് സാരി ഇതാണോ ഉദ്ദേശിക്കണേ? അല്ല വിഷരിയാണോ? വിഷറി പട്ട് സാരി. എനിക്ക് ഒരെണ്ണം ഓപ്പൺ ചെയ്യണം കേട്ടോ. എനിക്ക് ഓപ്പൺ ചെയ്ത്, പക്ഷെ ഇത് മടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മടക്കാൻ ഇത് കമ്പനി ഫോൾഡിംഗ് ആണ്. നമ്മളത് മെഷീൻ ഫോൾഡിങ്. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്തോ, അടുത്തേക്ക് വന്ന് നമുക്ക് ഇതെല്ലാം ചെക്ക് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ മേഡം. ഇതിനകത്തൊന്നും ഒരു ഡാമേജ് പോലും ഇല്ല. നമുക്ക് കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ ഫോൾഡിങ്ങിൽ വരുന്നത് ഒക്കെ. അപ്പൊ റേറ്റ് പകുതി വിലയുള്ളൂ. ഞാൻ തന്നെ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും റേറ്റ് കുറവിന് 1486 പകുതി വിലയുള്ളൂ കേട്ടോ. ഇപ്പൊ മേടിച്ചാ ഇരട്ടി മേടിക്കാം അല്ലേ? അതെ. ഷോ, ആ ഡയലോഗ് വേറെ ആരുടെയാണ്. ഞാൻ കുറച്ച് നേരത്തേക്ക് കട്ടെടുത്തു എന്ന് മാത്രം അല്ലേ? അത് പോട്ടെ. ഇത് അപ്പൊ ഒരു സെക്ഷനായി. സ്റ്റോക്ക് ഉണ്ട് കേട്ടോ, വേണ്ട സ്റ്റോക്ക് ഉണ്ട്. അപ്പുറത്തെ ചേച്ചിമാര്, ഇപ്പുറത്തെ ചേച്ചിമാര്, ചേച്ചീനെ, അനിയത്തീനെ, അമ്മമാരെ എല്ലാരും വിളിച്ചു പോന്നു അല്ലെ? കസ്റ്റമർ ആണോ ചേച്ചി? കസ്റ്റമർ ആണോ? ഒരു വീഡിയോ എടുക്കണ്ട്, മുഖം കാണിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ചേച്ചി ഒന്ന് മാറുന്ന ഞങ്ങളുടെ ഫേസ് ഒന്ന് ചുള്ളത്തിയായിട്ട് കാണിക്കട്ടെ. എങ്ങനെയുണ്ട് ഇവിടെ സീമാസിൽ വന്നിട്ട്? കുഴപ്പമില്ല, ഇഷ്ടംമാതിരി സെലക്ഷൻ ഉണ്ട്. ഇഷ്ടപ്പെട്ട സാരീസ് എങ്ങനെ റേറ്റ് വൈസ് എങ്ങനെ കുറവുണ്ടോ? ഇവര് പറയുന്ന പോലെ തന്നെയാണോ? കുറവൊക്കെ ഉണ്ട്. ഇത് ഞാൻ എന്റെ മോനിവിടെ ഓഫീസിലുണ്ട്. അവരൊക്കെ കാണൂ കേട്ടോ. വേണ്ട അന്നാ വേണ്ട. ചേച്ചിയുടെ ഫേസ് ബ്ലർ ചെയ്യാ കുഴപ്പമില്ലല്ലോ. അത് കുഴപ്പമില്ല. ചേച്ചിയുടെ ഫേസ് ബ്ലർ ചെയ്യാം. പക്ഷെ നമുക്ക് ചേച്ചിയുടെ അഭിപ്രായം അറിയണം. എല്ലാവരും എവിടേക്ക് വരണോ, റേറ്റ് കുറവുണ്ടോ, സെലക്ഷൻ ഉണ്ടോ, എന്താ സംഭവം? ഇഷ്ടംമാതിരി ആളുകൾ വരുന്നുണ്ട്, സെലക്ഷൻ ഉണ്ട്. അത് നോക്കി എടുക്കണം എന്നുള്ളൂ
നോക്കിയെടുക്കണം, നമ്മുടെ ഇഷ്ടത്തിനുള്ളത് നോക്കിയെടുക്കണം. ഇഷ്ടം പോലെ ഉണ്ട്, നല്ല റേറ്റ് കുറവുണ്ട്. ചേച്ചി ഇപ്പൊ ഏത് സാരി അന്വേഷിച്ചുകൊണ്ടിരിക്കണേ? ഞാൻ ഒരു സാരി കൊണ്ടുപോയി അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി വന്നതാ. കൊണ്ടുപോയത്. ഓക്കെ ഓക്കെ. കഴിഞ്ഞ ദിവസം കുറെ സാരികൾ കൊണ്ടുപോയി. ഇങ്ങോട്ട് തിരിഞ്ഞു വന്നാ കഴിഞ്ഞ ദിവസം കുറെ സാരികൾ കൊണ്ടുപോയി, അതിലൊരെണ്ണം ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ അത് മാറ്റിയെടുക്കാൻ വേണ്ടി വന്നതാ. കഴിഞ്ഞ ദിവസം കുറെ സാരികൾ കൊണ്ടുപോയി. ചേച്ചി എവിടെന്നാ വരണേ? ഞാൻ മാളയിലുള്ള ആളാണ്. എൻ്റെ മകളുടെ കൂടെ വന്ന് പർച്ചേസ് ചെയ്തതാ. നേരത്തെ കുറെ കൊണ്ടുപോയി. 23 സാരി കൊണ്ടുപോയി. അതിന്റെ ഒരു സാരി മാറ്റാൻ വേണ്ടി വന്നതാണ്. ഒന്നുകൂടെ പറ. 23 സാരി കൊണ്ടുപോയി ഇന്നലെ. അപ്പൊ അതിലൊരെണ്ണം മാറ്റിയെടുക്കാൻ വേണ്ടി വന്നതാണ്. 23 സാരിയിൽ ഒരെണ്ണം മാത്രമാണ് കേട്ടോ മാറ്റിയെടുക്കാൻ വന്നത്. ബാക്കി എല്ലാവർക്കും എന്ന് വെച്ചാൽ ആകെ 1-2 ആളാണ് ഈ പർച്ചേസിങ് ചെയ്യാൻ വന്നത്. ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ 23 ആൾക്ക് കൊടുക്കുമ്പോൾ ഒരാളുടെ അഭിപ്രായങ്ങൾക്ക് വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഒന്ന് മാറ്റിയെടുക്കാൻ വന്നതാണ്. എന്തായാലും ഇവിടെ ഒരു കാര്യം തീരുമാനമായി, നമുക്ക് ഇവിടുന്ന് മേടിച്ചു കൊണ്ടുപോയാലോ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കും ചെയ്യാം. ആ കാര്യത്തിൽ ഇവിടെ സർവീസ് സപ്പോർട്ടീവ് ആണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഉള്ളില് ഒരു ബിഗ് ധമാക്കിയാണ്, അത് നമുക്ക് പിന്നീട് കാണാം. ഒരു ബ്രൈഡലിന്റെ ഒരു സെക്ഷനാണ്. എന്താ വെറൈറ്റി, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ തന്നെ ഞെട്ടി. ഇതെല്ലാം നാനോ സാരിയിൽ വരണ കേട്ടോ മാഡം. നാനോ സാരി പേരാണോ ഇത്? ഇത് നാനോ സാരി. ഞാനതിനാലും ഇത് കുബേരപ്പെട്ടല്ലേ? ഇത് കുബേരപ്പെട്ട. ഇത് നാനോ സാരി കേട്ടോ. ഇത് ഗോൾഡിലും ഗോൾഡ് ബോർഡർ ആയിട്ട് ഗോൾഡ് സെറിയുടെ ബോർഡർ ആണ് വരുന്നത്. ഗോൾഡ് ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. നാനോ സാരി എണ്ണത്തിൽ പിടിച്ചോ. നാനോ സാരി. അടുത്ത വെറൈറ്റി വരുന്നു ബട്ടർ സിൽക്ക്. നല്ല സോഫ്റ്റിയാണ്. ബട്ടർ സിൽക്ക് കേട്ടോ. ബട്ടർ സിൽക്ക് സാരി. ഒന്ന് അടുത്തേക്ക് വന്നാൽ ഇതിൽ കറക്റ്റ് ആ ഒരു ടെസ്റ്റും കാര്യങ്ങള്. ചേട്ടൻ ഒന്ന് മാറി നിൽക്കൂ, കാരണം ഇവിടെ കുറെ പേര് ഇങ്ങനെ നോക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. ഓക്കെ. ഇതാണെങ്കിൽ നമുക്ക് നാനോ സാരിയാണ് വരുന്നത്. ഇതിന്റെ ഒക്കെ റേറ്റ് നിസ്സാരമുള്ളൂ അല്ലേ? അതെ അതെ. ഇതാണെങ്കിൽ ബട്ടർ സിൽക്ക് സാരി. ഇതും വീവിംഗിൽ വരുന്നതാ. വീവിംഗ് ഉണ്ട്. വീവിംഗ് മാത്രമേ ഉള്ളൂ. ഫുൾ ജക്കാർഡ് വീവിംഗ് ആണ് കേട്ടോ ഈ നാനോലു. ബട്ടർ സിൽക്കില് ഒരെണ്ണം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാം. ഫോൾഡിങ്ങിന് പ്രശ്നമില്ലല്ലോ? ഇല്ല. ജക്കാർഡ് വീവിംഗ് ആണ്. ഇത് ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നമുക്ക് ഇതിന്റെ ഒരു ലുക്ക് അറിയാൻ വേണ്ടിട്ട്. ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന, ഇതെല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സിനാണ് കൂടുതൽ വരുന്നത് അല്ലേ? ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം അതിനൊക്കെ ആയിട്ട് നമുക്ക് ഒത്തിരി പോകുന്ന ഒരു സാരിയാണ്. ഹൗസ് വാമിങ്, ഹോളി കമ്മ്യൂണിയൻ അതിന്റെ ഒക്കെ കൂടുതൽ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ബട്ടർ സിൽക്ക് സാരി ബട്ടർ പോലെ ഇരിക്കുന്നുണ്ട്. തൊട്ടാൽ അറിയാം ബട്ടർ പോലെയാണെന്നുള്ളത് കേട്ടോ. അപ്പൊ ഇതൊരു സാരിയായി. ഇനി ജർമ്മൻ സിൽവറിന്റെ ബ്രൊക്കേഡ് സാരിയാണ് പറഞ്ഞത്. ജർമ്മൻ സിൽവർ. ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സാരിയാണ് ജർമ്മൻ സിൽവർ സാരി. കൂടുതൽ സിൽവറിലും ഫോക്കസ് ചെയ്യുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ്. ഈ കാണുന്നത് മൊത്തം ജർമ്മൻ സിൽവർ സാരിയുടെ സ്റ്റോക്കാണ് ഇരിക്കുന്നത്. ആക്ച്വലി ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. ഇഷ്ടം പോലെ ഇവിടെ വെക്കാൻ പറ്റുന്നതോ ഞങ്ങൾക്ക് വെക്കാൻ പറ്റുള്ളൂ. വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്റ്റോക്സ് ഉണ്ട്. ഗോഡൗൺ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഫുൾ കളക്ഷൻ കൊണ്ട് മോഡൽ കാണിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ കളക്ഷൻ കണ്ടോ വേണ്ടത്. കളേഴ്സുകൾ. ബട്ടർ സിൽക്ക് അല്ല, ബട്ടർ സിൽക്ക് അല്ല, ജർമ്മൻ സിൽക്ക്. കണ്ടോ നേരത്തെ ബട്ടർ വായിൽ വരണേ കളറുകൾ. വെറൈറ്റി ഇതൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി കേട്ടോ. ചിക്കു കളറൊക്കെ നോക്കിയാൽ സൂപ്പർ. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രൈഡൽ ആ ഒരു റേറ്റ് കൂടിയതിന്റെ മതിപ്പ് തോന്നിക്കുന്ന വിധത്തിലുള്ള സാരി. നമുക്കൊരു 25,000-30,000 രൂപ വരെ വില വരുന്ന സാരി റേറ്റ് പോലെ തോന്നിക്കുന്ന വിധത്തിൽ റേറ്റ് കുറവിലുള്ള സാരിയാണ് കേട്ടോ ഇത്. അപ്പൊ ഉടുത്ത ആ ഒരു മതിപ്പ് ഫീൽ ചെയ്യൂലേ? ഇപ്പൊ ഈ സാരിക്ക് എല്ലാം നമുക്ക് 500 രൂപ ഓഫർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 1,875 രൂപയെ വരുള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ ഈ 1,800 എന്ന് പറയണത് അതിന് കൂടെ ഒരു പൂജ അല്ലെങ്കിൽ ഒരു 20,000 രൂപ കൊടുത്ത ഒരു മതിപ്പ് ഈ ഒരു സാരിക്ക് ഫീൽ ചെയ്യും. ഉടുക്കണതിനനുസരിച്ചിരിക്കും. ചവറ് പോലെ എടുത്തു കഴിഞ്ഞാൽ അതിന് ഭംഗി പോയി. ഉടുത്ത് നല്ല ഭംഗി ഫ്ലീറ്റിലൊക്കെ കിടന്ന് നല്ല അടിപൊളി ബ്ലൗസൊക്കെ സ്റ്റിച്ച് കഴിഞ്ഞാൽ റിച്ച് ലുക്ക് ഫീൽ ചെയ്യും. സാരീസിന്റെ പറയും എനിക്കിത് ഭയങ്കര പേഴ്സണലി ഇഷ്ടമായിട്ടുള്ള ഒരു സാരി കൂടിയാണ് കേട്ടോ. കളേഴ്സും ഉണ്ട്. അതിന് കളേഴ്സ് ഒന്നും സൂം ചെയ്യാം. നല്ല അടിപൊളി ഇപ്പോഴത്തെ ട്രെൻഡാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. എനിക്ക് ഇത് ഒന്നുകൂടി ഇഷ്ടമായത് ലെയറിയ സ്റ്റൈലിൽ വരുന്നത്. ചിക്കൂല് വരുന്നുണ്ട്. വൈറ്റ്, ഓഫ് വൈറ്റ്, സിൽവർ. കളേഴ്സുകള് നല്ല നല്ല ഷെയ്ഡുകളല്ലേ. പിസ്ത ഗ്രീൻ അടിപൊളി. പർപ്പിൾ ഷെയ്ഡ്, ലാവൻഡർ, പർപ്പിൾ, ബ്ലൂ, ഏത് കളേഴ്സ് വേണം ഒക്കെ നല്ല നല്ല. ഞാൻ പറഞ്ഞ നേരത്തെ കയറിയ ഒരു ഫീലിംഗ് ഇപ്പോഴും മാറിയിട്ടില്ല. ആ ഒരു രോമാഞ്ചം എന്ന് പറയണതില്ലേ, ആ ഒരു രോമാഞ്ചത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അല്ലേ?
അതെ അതെ, നല്ല ഇത് കണ്ടോ, ഈ പിങ്ക് കണ്ടായിരുന്നു, ഈ ഒരു പിങ്ക് കളർ നോക്കി, നല്ല അടിപൊളി കളർ. അപ്പൊ അമേരിക്കൻ സിൽക്ക്, ജർമ്മൻ സിൽക്ക്. അപ്പൊ ഇനി അമേരിക്കൻ സിൽക്ക് അടുത്തത് വരും. അപ്പൊ അതിന് വേണ്ടിട്ട് ഇനി വെയിറ്റ് ചെയ്യാ. സാരീസ് ഇവിടെ തീരുന്നില്ല, ഇഷ്ടം പോലെ സാരീസ്. ഇതെന്താ ബോക്സ് പാക്കിംഗ് വരുന്നത്? ഇത് പട്ടുസാരിയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്, വിത്തൗട്ട് ബോർഡർ ആയിട്ട് വരുന്ന ഒരു സാരിയാണ്. ആഹാ, കണ്ടോ, പല്ലോയൊക്കെ കണ്ടോ, കണ്ടോ ഇതിന്റെ റിച്ച് പല്ലു. അതുപോലെ ഇതിന്റെ ഡിസൈൻ ആണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ. ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് അല്ലേ, നല്ല വർക്കും കണ്ട, നല്ല അടിപൊളി ഡിസൈൻ കേട്ടോ. ഇതില് മടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇല്ല, ഞാൻ പല്ലോ എന്ന് കാണിക്കാൻ വേണ്ടി. ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ. ഇതൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആണ്. ഈ സാരിയുടെ പേര് എന്താ പറഞ്ഞ? എന്തോ സാരിയുടെ പേരുണ്ട്. ഒരു കാര്യം ചെയ്യാം, ചേച്ചി പറയണ്ട. ഞങ്ങളൊരു ട്വിസ്റ്റ് പേരെന്താ ചോദിച്ചാ, കസ്റ്റമർ അവര് കമന്റിൽ പറയട്ടെ ഈ സാരിയുടെ പേരെന്താന്ന്. ഇവര് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവര് പേര് പറയട്ടെ. അപ്പൊ മാഡം ഇത് സോഫ്റ്റ് സിൽക്കില് ഓക്സിഡൈസ് അല്ലേ? ഓക്സിഡൈസ്. എന്തായാലും പേര് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ കമന്റ് സെക്ഷനിൽ ഇനി പറയണ്ട, നമ്മൾ എന്തായാലും പേര് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എണ്ണം പിടിച്ചോ എത്ര സാരീസിന്റെ പേരുകൾ ഉണ്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഒരു സമ്മാനം ഉണ്ട്. എവിടെയെങ്കിലും വെച്ചിട്ട് ഞാൻ ഇത് സമ്മാനത്തിന്റെ കാര്യം പൊട്ടിക്കണമെന്നതായിരിക്കും. ഇത് ഇവരുടെ വകയൊന്നുമല്ല കേട്ടോ, അത് എൻ്റെ വകയുള്ള ഒരു സമ്മാനമാണ്. അത് ഞാൻ പറയാം പിന്നീട്. അപ്പൊ അതാ ബോക്സ് പാക്കിങ്ങിലാണ് വരുന്നത്. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള പാക്കിങ്ങിലാണ് വരുന്നത്. കളേഴ്സ് അവൈലബിൾ ആണ്. ഇതാണ് പാക്കിംഗ് വരുന്നത്. ഒരു ബ്രിഞ്ചാൽ കളർ, നല്ല കളറാണ്. ഇതാണ് കളേഴ്സുകൾ ഉണ്ട് കേട്ടോ, നല്ല നല്ല കളർ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ ഇത് പാക്കിങ് ഇതുപോലെ ആയിട്ടിരിക്കും. ഇനി എവിടെയൊക്കെ എന്തൊക്കെയാ ഒന്ന് റിവ്യൂ തരാൻ പറ്റുമോ? കുറെ നേരം ഈ സാരി തപ്പിക്കൊണ്ടിരിക്കണം. വരട്ടെ അങ്ങട്. എനിക്ക് കോൺഫിഡൻസ് ഞാൻ ഉണ്ടാക്കി തരാം. എന്താണ് കോൺഫിഡൻസ്? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാന്ന്. വരുമ്പോ നോക്കുമ്പോ ഞാൻ വരാം അങ്ങട്. ഞാന് മേക്കപ്പ് ചെയ്തിട്ടില്ല. കുറച്ച് ലിപ്സ്റ്റിക് വേണോ? മതിയാ? കൊറേ ഉണ്ട്. നാളെ മതിയാ? എന്തെങ്കിലും ഒന്ന് തീരുമാനമാക്കണം അല്ലേ? മേക്കപ്പ് സാരില്ല, അല്ലെങ്കിൽ നല്ല സുന്ദരിയാണ്. വേണ്ട, എല്ലാവരും കുവൈറ്റുകാർ മൊത്തം കാണും. കുവൈറ്റിൽ ആദ്യം മേക്കപ്പ് ചെയ്യാൻ പാടില്ല, അതറിയില്ലേ? ഞാൻ ഒരുങ്ങി വന്നേനല്ലോ. മോശമായി പോയി. എന്തായാലും കുഴപ്പമില്ല. കൈ പിടിക്കണോ? മേടിച്ച സാരി കൊടുക്കുക കയ്യില്. ആൾക്കൊരു കോൺഫിഡൻസ് കുറവ്, സാരിയും മേക്കപ്പിന്റെ. എന്തായാലും എന്നെക്കാളും ഭംഗിയാണ്. അതുപോലെ അത് മതി അല്ലേ? ഭംഗിയില്ലേ? നന്നായിട്ട് സൂപ്പറായിട്ട്. അതൊക്കെ പോട്ടെ, മേക്കപ്പും ലുക്കൊക്കെ അവിടെ നിക്കട്ടെ. സാരി മേടിക്കാനാണോ വന്നതെന്ന് മനസ്സിലായി. കുറെ നേരം അവിടെ ഇവിടെ ചുറ്റിപ്പറ്റി നിക്കണോ? എങ്ങനെയുണ്ട് സാരി? ഇഷ്ടമായോ? അടിപൊളി കളക്ഷൻസ്. ടോട്ടലി കൺഫ്യൂസ്ഡ്, ഏതെടുക്കണം അറിയില്ല. റേറ്റ് വൈസ് എങ്ങനെയുണ്ട്? റേറ്റ് വളരെ കുറവാ. പുറത്തൊക്കെ വെച്ച് നോക്കുമ്പോ ഞങ്ങക്ക് അവിടെ സാരി കിട്ടാനേ ഇല്ല. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോ ഭയങ്കര കുറവ്. എവിടെയാ സ്ഥലം? കുവൈറ്റ്. ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലായി കുവൈറ്റിലുള്ള ആൾക്കാർ കാണുമോ? കുവൈറ്റിൽ കൂടുതൽ ജീൻസ് വെസ്റ്റേൺ വെയർ ഒക്കെ അല്ലേ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ സാരി ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ അല്ല, ഇത് ഞാൻ അമ്മയ്ക്ക് എടുക്കാൻ വേണ്ടി. അമ്മയ്ക്ക് എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ അമ്മയ്ക്ക് റേറ്റ് കുറവ് നോക്കിയിട്ട് നല്ല അടിപൊളി സാധനം എടുക്കാൻ വന്നതാണ്. ഇതാണോ സെലക്ട് ചെയ്തത്? എത്ര എണ്ണം എടുത്തു? ഇതിപ്പോ ഞങ്ങൾ ഒരെണ്ണം നോക്കിയുള്ളൂ, ഒരെണ്ണം എടുത്തുള്ളൂ. ഇതിന്റെ പകുതി വില. ഈ റേറ്റ് എന്തായാലും നമ്മൾ പറയുന്നില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കുമ്പോ ആ ഒരു വില മതിപ്പ് വരില്ല അല്ലെ? അമ്മ വന്നിട്ടോ കൂടെ? അപ്പൊ അമ്മ റേറ്റ് അറിഞ്ഞു അല്ലേ? അപ്പൊ കുഴപ്പമില്ല. പേരാ? പേര് നീതു. നീതു കുവൈറ്റ് കഴിഞ്ഞു വർക്ക് ചെയ്യാണോ? എന്താ വർക്ക്? ഇവിടെ ആണെങ്കിൽ 2 ഇഞ്ചക്ഷൻ പോയി കുത്തായിരുന്നു ഫ്രീ ആയിട്ട്. അപ്പൊ ബൈ, താങ്ക് യു. അമ്മ ഇഷ്ടമായോ സാരി? അമ്മനെ കാണിക്കണ്ട. ഓക്കെ. മോള് തന്നത് ധാരാളം തന്നെ. ഇനിയും സാരീസിന്റെ വെറൈറ്റീസ് ഏതാ? ഇതൊന്ന് വെച്ചോട്ടെ. ബനാറസി. ഞാൻ കാണാറുണ്ട്. മൈക്ക് കിട്ടിയപ്പോ പറയാൻ പറ്റിയില്ല, അത് കഴിഞ്ഞിട്ടാ പറയണ. ഞാൻ കാണാറുണ്ടെന്ന് വീഡിയോ. അത് പിന്നെ പറയാണ്. ബാക്കി കുറെ കാര്യങ്ങൾ എന്നോട് സ്വകാര്യമായിട്ട് പറയാണ്ടെന്ന്. ഓക്കെ. ഇത് ബനാറസിൽ ജാൾ വർക്ക് വരുന്ന സാരിയാണ് കേട്ടോ. ബനാറസിൽ ജാൾ വർക്ക് വരുന്ന ഒരു സാരി ഇതാണ് കേട്ടോ. അപ്പൊ ഇതില് കളേഴ്സും ഉണ്ട്. റേറ്റ് വൈസ് മതി ഉണ്ടാവില്ല? ഇല്ല, അധികം റേറ്റ് ഒന്നും. ഒക്കെ റേറ്റിന്റെ കാര്യം ചോദിക്കാനില്ല, ഒക്കെ പകുതി വിലയാണ്. ഇനി എന്താ ആലോചിക്കാനിരിക്കണേ? അവിടെ നാളെ തന്നെ ബസ് കയറി ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ബസ് കയറി പോരാ. ഇപ്പൊ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ തന്നെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഹ്യൂജ് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. കടയുടെ മുന്നിൽ നമുക്ക് പാർക്കിംഗ് ഏരിയ അറിയില്ലെങ്കിൽ സെക്യൂരിറ്റിയോട് ചോദിക്കുക എവിടെയാണ് നിങ്ങളുടെ പാർക്കിംഗ്. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് ഇവിടെ കാണാം, ഇവിടെ നിന്ന് അവിടെ കാണാം. അപ്പൊ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. സ്വന്തമായിട്ട് വണ്ടി എടുത്ത് വരുന്നവർക്കാണെങ്കിൽ, അല്ലാത്തവർക്കാണെങ്കിൽ ബസ്സിൽ ഇറങ്ങി കഴിഞ്ഞാൽ എവിടേക്ക് ഇറങ്ങണ്ടേ? TB ജംഗ്ഷൻ, മാർക്കറ്റ് റോഡ്. അത് മാർക്കറ്റ് റോഡ് പറയുമ്പോൾ ഫേമസ് ആണ്, അങ്കമാലിയിലാണ്. ഏത്?
ആ KSRTC ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് ഏറ്റവും വലിയ ഷോറൂം ആ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും സീമാസ് അതാ ഞാൻ പറഞ്ഞ അങ്കമാലിയില് സീമാസ് ഇല്ലെങ്കിൽ അങ്കമാലി ഇല്ലാന്ന് അതാണ്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയണത് ഇതൊന്ന് കാണിക്കാം. നമ്മൾ ഈ ഉട്ക സാരി ഇല്ലേ, നമ്മൾ അവിടെ കണ്ട ഉട്ക സാരിയുടെ ബോക്സുകളാണ് ഇത് കണ്ടോ. ഇത് പാക്കിങ്ങിലാണ് വരുന്നത് അല്ലേ? അതിന്റെ ഫുള്ള് കളേഴ്സ് ആണ് ഈ ഇരിക്കുന്നതെല്ലാം. ഓക്കെ, ലൈറ്റ് ഷെയ്ഡും പേസ്റ്റൽ ഷെയ്ഡിലും വരുന്നുണ്ട്. ഇത് ലൈറ്റ് ഷെയ്ഡിൽ തന്നെ. ഇതാണ് പാക്കിംഗ് വരുന്നത്. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള സാരീസ് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ഇതൊക്കെ ഉട്ക സാരി. ഉപ്പട സിൽക്ക് അല്ലല്ലോ? അല്ല, ഉട്ക സാരി. ഉപ്പട സിൽക്ക് കേട്ടിട്ടുണ്ട്. ഉപ്പട സിൽക്ക് നമ്മൾ എണ്ണത്തിൽ പെടുത്തേണ്ട, അത് ജസ്റ്റ് ചോദിച്ചു മാത്രം. ഉട്ക സാരി കേട്ടോ. അപ്പൊ സിൽക്ക് ഉണ്ട് നമുക്കിവിടെ. ഉപ്പട സിൽക്ക് ഉണ്ട്. അപ്പൊ എണ്ണത്തിൽ കൂട്ടിക്കോ. ഇനിയാണ് മെയിൻ നമ്മൾ കാണിക്കാൻ പോണത് അല്ലേ? ബ്രൈഡലിന്റെ ഒരു കാഞ്ചിപുരം ഒരു സെക്ഷനിൽ പോയാലോ. ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള എന്താ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് ആണ് ഇപ്പൊ നമ്മൾ കാണിച്ചത്. അല്ലാത്ത ഇനിയിപ്പോ നമ്മൾ കല്യാണ പെണ്ണിനാണ് നമ്മൾ സാരീസ്. ഇനി ഇതൊന്നും പോരാ, നമുക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി ഹൈപ്പിലുള്ള സാരി വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇതൊന്ന് തുറന്നേ. ഒരു മിനിറ്റ് ക്യാമറമാൻ ഫോക്കസ് കറോ. കണ്ണാട ഉണ്ട്. അപ്പൊ ഞങ്ങള് എന്താ പറയാ, അമ്പലത്തില് ഇങ്ങനെ നട തുറക്കണ മാതിരി നമ്മള് തുറക്കാം. തുറക്കട്ടെ? റെഡി അല്ലേ? യെസ്. നമ്മുടെ വൈഡൂര്യപ്പട്ടിന്റെ കളക്ഷൻസ് ആണ് ഈ കാണുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളക്ഷൻ. നമുക്ക് ബ്രൈഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല വെറൈറ്റീസ്. ഇതൊക്കെ അത്രയും എക്സ്ക്ലൂസീവ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ വന്നിട്ട് ആദ്യം തന്നെ പറയാം, നമുക്ക് ഇതേ വൈഡൂര്യപ്പട്ട് നമ്മൾ ചിങ്ങമാസത്തിലെ വെഡിങ്ങിന് വേണ്ടിയിട്ട് ഒരുക്കിയേക്കണ സാരികളാണ് പുതിയ കളക്ഷൻ. അപ്പൊ ചിങ്ങമാസം വെഡിങ് എന്നാലോക്കണ്ട. വെഡിങ് എപ്പോ ഉണ്ട് അപ്പൊ ഇങ്ങോട്ട് പോന്നു അല്ലേ? ചിങ്ങമാസത്തിലേക്ക് വേണ്ടിട്ട് നമ്മൾ മുൻകൂറായിട്ട് എടുത്തു വെച്ചതാണ്. എന്നുവെച്ചാൽ ഇപ്പൊ തന്നെ ഓൾറെഡി നമുക്ക് റെഡിയാക്കി. അപ്പൊ ഇതിന്റെ ഒരു പീസ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, ചേച്ചിമാര് റെഡിയാണ്. ഏത് ഷെയ്ഡിൽ വേണമെങ്കിലും ഉണ്ട് മേഡം. ഇതൊക്കെ കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ഇത് തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഇതാണ് സിൽക്ക് മാർക്കോട് കൂടിയിട്ടാണ് ഈ ഒരു സാരി വരുന്നത്. സിൽക്ക് മാർക്കോട് കൂടിയിട്ട് വൈഡൂര്യപ്പട്ട്. ഇത് സാരിയുടെ ലുക്ക് സിൽവറിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ. പിന്നെ അതിലാണ് നമുക്ക് ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് ഒരു ഡബിൾ ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത്. ഒരു പിങ്കും, രണ്ടും പിങ്ക് തന്നെയാ, ഒരു ഡാർക്ക് റാണി പിങ്ക്, രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. ചിങ്ങത്തിലും മുഹൂർത്തം. ചിങ്ങത്തിൽ മുഹൂർത്തം എന്ന ഒരു ഫെസ്റ്റ് നമ്മളിവിടെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു സാരിയാണിത്, വൈഡൂര്യപ്പട്ട്. അതായത് ഇതൊന്നും ഇങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ള സംഭവമല്ല ചേച്ചി. ഇതൊക്കെ മുഹൂർത്തം എന്നൊക്കെ പറയുമ്പോൾ ഒരു പെണ്ണിന്റെ സ്വപ്നമാണ്. ആ ഒരു പെണ്ണിന്റെ സ്വപ്നം എന്നൊക്കെ പറയുമ്പോൾ അത്രയും സ്പെഷ്യലായിട്ട് ഇങ്ങനെയാണ് അതൊക്കെ തുറന്ന് ഇല്ലേ ആ സാരി ഇങ്ങനെ ധൃതി പിടിച്ച് തുറക്കാനുള്ള സംഭവം ഒന്നല്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട ഒരു വൈഡൂര്യപ്പട്ട്. അതെ, ഒന്ന് അടുപ്പിച്ചെടുത്തു വന്നാലാണ് അതിന്റെ ലുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ഈ സാരിക്ക് ഒന്നുകൂടി സ്പെഷ്യൽ ഉണ്ട്. എന്താ കാരണം എന്നറിയോ? ഇത് നമ്മുടെ സ്വന്തം തറിയിൽ നമ്മൾ ദിവസങ്ങളോളം എടുത്തിട്ട് ഇപ്പോൾ ഒരു 4 മാസം മുമ്പ് തുടങ്ങി ഇതിന്റെ വർക്ക് തുടങ്ങിയിട്ട് നമുക്ക് സ്പെഷ്യൽ വീവേഴ്സ് ചെയ്തു വരുന്ന സാരിയാണ്. അതായത് നല്ല മൃദുലമാർന്ന പട്ടാണ്. അതും സിൽക്ക് മാർക്കോട് കൂടിയിട്ടാണ് വരുന്നത്. കളേഴ്സ് നിങ്ങൾക്ക് വന്ന് ഉടുപ്പിച്ച് ചേച്ചിമാർ കാണിക്കും. എന്തായാലും ലുക്ക് വൈസ് ആയാലും ബ്ലൗസ് ഒക്കെ ഇതിൽ എന്നുവെച്ചാൽ വെഡിങ് സാരി ആകുമ്പോൾ ബ്ലൗസ് എന്തായാലും ഇതിലുണ്ട്. എന്തായാലും നമുക്ക് ഉടുപ്പിച്ച ആ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ഇങ്ങനെയായിരിക്കും ചെക്കൻ്റെ വീട്ടുകാർ പെണ്ണിന് കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെയൊക്കെ കഴിഞ്ഞു. ഇനി വെഡിങ് എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസം ആ ഒരു സ്വപ്നം, അത് ഏത് സാരി ഉടുക്കണം, എങ്ങനെ ഉടുക്കണം എന്നുള്ള ഒരു നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഉണ്ടാവും. അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, റെഡിയാണ്. അപ്പൊ ഇപ്പൊ ചിങ്ങമാസത്തിന്റെ ആ ഒരു മുഹൂർത്ത സമയത്തിലുള്ള ഒരു നമ്മൾ സ്വയം ചെയ്തെടുത്തിട്ടുള്ള വർക്കും കാര്യങ്ങളും ഭയങ്കര സ്പെഷ്യൽ. ഇതിനെ കുറിച്ചിട്ട് എന്താ പറയാ, പറയും തോറും കൂടെ ഉള്ളൂ, കുറയൊന്നുമില്ല. ഇനി ചെക്കന്മാർക്കുള്ള ഡ്രസ്സുകൾ വേണ്ടേ? ഇത് മാത്രം പോരല്ലോ. അപ്പൊ ചേച്ചിയെ ഇത് ഇനി കല്യാണ പെണ്ണ് വരുമ്പോ അവർക്ക് കൊടുത്തോട്ടാ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോയാലോ? അടുത്ത ഫ്ലോറിലേക്ക് പോവാം. അപ്പൊ 20,000 അല്ല, അതിനേക്കാളും കൂടുതൽ ഒരു ഏരിയ ഒരുക്കിയിട്ടുണ്ട് സാരീസിന് വേണ്ടി മാത്രമായിട്ട്. ഇനി ഇതല്ല, കംപ്ലീറ്റ് ഫാമിലി ഷോപ്പാണെന്ന് പറഞ്ഞു. ഇനി നമുക്കൊരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ് എന്ന് പറയുമ്പോൾ ബാക്കി ചെക്കന്മാർക്ക് എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷെ അതിന് മുന്നേ ഇത് സാരി അല്ലാണ്ട് കുർത്തീസ്, അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ അതൊക്കെ കാണാനുണ്ട്.
ഇനി അവിടെയാണ് സെക്ഷൻ മൊത്തം. ചേച്ചി നൈറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി നൈറ്റി കിട്ടിയാ? ചേച്ചിയോടാ നൈറ്റി തുറന്നു പിടിച്ചേ. അവിടെ നൈറ്റി, അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, കുർത്താസ്, അതിന്റെ സെക്ഷനൊക്കെയാ. ഇഷ്ടപ്പെട്ടിട്ട് 2 തോളത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി അവന്റെ കയ്യിലുണ്ട്. ഇനി സ്ഥലമില്ല. കൊട്ട പിടിച്ച ചേച്ചിയാ. വില കുറവില്ലേ? വിലക്കുറവുണ്ട്. ഇതൊക്കെ നമുക്ക് നോക്കാം. ഇനി നമുക്ക് പോയാലോ അടുത്ത സെക്ഷൻ. അയ്യോ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സമ്മാനം വേണ്ടേ? സമ്മാനം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സാരിയുടെ ഒരു ലോകത്തേക്കാണ് വന്നിരിക്കണേ. അപ്പൊ സമ്മാനം സാരി തന്നെ ആയിക്കോട്ടെ. അപ്പൊ സമ്മാനം സാരി, അതും പെണ്ണുങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാന്ന് പറയുമ്പോൾ അടിപൊളിയല്ലേ? അപ്പൊ ഇതെങ്ങനെയാ കിട്ടണ്ടെന്നുള്ളത് ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മള് വീഡിയോയിൽ നമ്മുടെ ഷെയർലേച്ചി ഇങ്ങോട്ട് വാ. നമ്മള് വീഡിയോയില് ഇത്ര നേരം കുറച്ച് പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാരിയുടെ കുറച്ച് പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എണ്ണത്തിൽ എടുക്കാം. അപ്പൊ ഷെർലേച്ചി തന്നെ പറയട്ടെ. ഷെർലേച്ചി, നമ്മള് സാരിയുടെ കുറെ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ആ പേരുകൾ എന്നൊക്കെ പറയുമ്പോ കുബേരപ്പെട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേരുകൾ, അതൊന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് സ്പെഷ്യൽ ആയിട്ടുള്ള സാരിയുടെ പേരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സാരിയുടെ പേരുകളൊക്കെ എണ്ണം പിടിച്ചിട്ട് അത് എത്ര നമ്പർ പേരുകൾ പറഞ്ഞെന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയണം. നമ്പർ മാത്രം മതി, സാരിയുടെ പേര് ഇടണമെന്നില്ല. അവർക്ക് ഒരാൾക്ക് നമ്മള് എന്താ കൊടുക്കാൻ പോണത്? സാരി. ഒരാൾക്ക് സാരിയാണ് കൊടുക്കാൻ പോണത്. അപ്പൊ ഒരാൾക്ക് പോരാ, എന്നെ വിശ്വസിച്ച് വരുന്നവരല്ലേ, ഒരു 2 ആൾക്കായിക്കോട്ടെ. മേഡത്തിന്റെ ഇഷ്ടം. അപ്പൊ 2 വേണ്ട, 5 ആൾക്കായിക്കോട്ടെ. 5 ആൾക്ക് ഫ്രീ ആയിട്ട് സാരി കിട്ടാൻ പോണം. അതും സാരിയുടെ പേരുകൾ കമന്റ് സെക്ഷനിൽ ചറപറാന്ന് അങ്ങോട്ട് ഇട്ടോ. ഇഷ്ടപ്പെട്ട സാരി എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും ഏകദേശം. അപ്പൊ പേരുകളുടെ നമ്പർ കേട്ടോ, സാരിയുടെ പേരുകളുടെ നമ്പറുകൾ ഇടണം. എത്ര എണ്ണം എന്നുള്ളത് നമ്മളിപ്പോ കുബേരപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, വൈദൂര്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് കുബേരപ്പെട്ട് എന്ന് പറയുമ്പോൾ 1, വൈദൂര്യപ്പെട്ട് 2, അങ്ങനെ പേരുകളുടെ എത്ര എണ്ണം ടോട്ടൽ നമ്പർ, അതാണ് എനിക്ക് കമന്റ് സെക്ഷനിൽ വരുന്നത്. അപ്പൊ ഇത് എങ്ങനെ കിട്ടും, എപ്പോൾ കിട്ടും, എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുക, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ഒരു കൗണ്ടറിൽ ചെന്നിട്ട് പറയാം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ 5 ആൾക്ക് ഫ്രീ സാരി ഉണ്ട് കേട്ടോ. അതും സാരിയുടെ ഒരു ലോകത്തേക്ക് നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് എടുക്കാം അല്ലേ? ഇവിടെ നേരിട്ട് വന്നിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത സെക്ഷൻ. അപ്പൊ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, കുർത്തീസ് ഒക്കെയും പകുതി വില കേട്ടോ ഇവിടെ. ഇനി നൈറ്റിയുടെ ഒരു സെക്ഷൻ തുടങ്ങാം. ഇത് നൈറ്റിയുടെ ഒരു സെക്ഷൻ. ഫ്രോക്ക് നൈറ്റി, സാധാരണ എല്ലാ നൈറ്റികളും ഇപ്പൊ പകുതി വിലയാണ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരുന്നത്? സ്റ്റാർട്ടിങ് നമുക്കൊരു 300-350 രണ്ടെണ്ണമാണ്. 300-350 രൂപയ്ക്ക് 2 സാരി, അല്ല 2 നൈറ്റി ഇട്ടാ. അപ്പൊ 300 രൂപയ്ക്ക് 2 നൈറ്റി. ഇത് ശരിക്കും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല, ഉണ്ടെന്നുള്ളൊരു ഇത് കാണിക്കുന്നുള്ളൂ. ഗൗണുകളൊക്കെ നമുക്ക് 50% ഡിസ്കൗണ്ട് ആണ്. ഇത് ഫുൾ ഗൗൺ ആണോ? ഇത് ഫുൾ ഗൗൺ ആണോ? ഫുൾ ഗൗൺ, അതൊക്കെ 50% ഡിസ്കൗണ്ട് ആണ്. 50% ഒക്കെ പകുതി വില, അതാണ് ഉദ്ദേശിക്കുന്നത് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ. പകുതി വില. പിന്നെ ഇതൊക്കെ ഇപ്പൊ ചുരിദാറുകളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ കോട്ടൺ അല്ലേ? കോട്ടൺ ചുരിദാർ, ജയ്പൂരി കോട്ടൺ കുർത്തീസ്, അതും 3 പീസിന്റെ സെറ്റ് ആണ് ഇത് വരുന്നത്. അങ്ങോട്ട് കാണിക്കൂ. ഇതൊക്കെ പകുതി വില, എല്ലാം പകുതി വില. ഫ്രഷ് പീസാണ് പൊട്ടിക്കുന്നത്. ഇതൊക്കെ പകുതി വില, ജയ്പൂർ കോട്ടൺ. ഇഷ്ടം അത് പാർട്ടി വെയർ അടക്കം നമുക്ക് പകുതി വിലക്കാണ്. ഇവിടെ നിന്ന് തീരില്ല നമുക്ക്. ഇത് ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് പോയാലോ? ഇനി ഇത് കാണുന്നത് മൊത്തം ഈ ചുരിദാറാണ്, റെഡിമെയ്ഡ് ചുരിദാറുകളാണ്. റെഡിമെയ്ഡ് ചുരിദാർ സെക്ഷൻ. ഓക്കെ, ഇതൊക്കെ 952 രണ്ടെണ്ണം ഉണ്ടാ. ഈ ചുരിദാർ റെഡിമെയ്ഡ് ചുരിദാർ സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് 952 രൂപയ്ക്ക് രണ്ടെണ്ണം. ഒക്കെ പകുതി വില എന്ന് പറഞ്ഞപ്പോ ഇതിന്റെ പകുതി വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഇനി ഇതിന് ഈ റേറ്റ് തന്നെ നമുക്ക് 2 എണ്ണം കിട്ടും കേട്ടോ. അപ്പൊ കോട്ടന്റെ, അതും പാന്റും ദുപ്പട്ട എടുക്കാം, എല്ലാം എടുക്കാം. അടുത്തേക്ക് പോവാം. ചുരിദാർ മെറ്റീരിയൽ അവിടുത്തെ തിരക്കും നോക്കിയ ചുരിദാർ മെറ്റീരിയലിന്റെ ആ സ്ഥലത്തേക്കാണ് ആൾക്കാർ കൂടുതൽ. സാരിയുടെ സെക്ഷൻ ഉണ്ട് കേട്ടോ. പകുതി വില, ഹാഫ് പ്രൈസ് ആണ് എല്ലാം. പാർട്ടി വരണം. അപ്പൊ ഒന്നിനും നോന്നില്ല, എന്തെടുത്താലും ഒക്കെ പകുതി വില. കുറച്ച് ദിവസം കൂടി ഉള്ളോട്ടത്, കുറച്ച് ദിവസമുള്ളോ. വേഗം വന്നാ വേഗം കൊണ്ടുപോവാ. ഇവിടേക്ക് എത്തിയാ നീതു? ഇവിടെ എത്തി. സാരിയുടെ കഴിഞ്ഞു. നീതുനെ അതെ ആ തിരക്കിന്റെ ഇടയിൽ ഞാൻ കണ്ടുപിടിച്ചു. കണ്ട, അത്രയും സുന്ദരി ആയതുകൊണ്ടല്ലേ. ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ള തിരക്ക്. ഇവിടെ എന്താ വെറുതെ ഹോട്ട് സെറ്റ് ഉണ്ട് അവിടെ. ഇപ്പൊ ഹോട്ട് സെറ്റ് ആണ് നീ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹോട്ട് സെറ്റ് കാണിച്ചു തരുമോ? സെലക്ട് ചെയ്തത് നീതു സെലക്ട് ചെയ്തതാണ് ഞാൻ കാണിക്കാൻ പോണത്. നീതുന് ഇവിടെ വന്നിട്ടുള്ള ഒരു പരിചയം. ഇതൊക്കെ ഹാഫ് പ്രൈസ്, പകുതി വില കേട്ടോ. കോട്ട് സെറ്റിന് ഒക്കെ പകുതി വില. നീതു ഇത് ഇട്ടിട്ട് ഇനി നമുക്ക് കുവൈറ്റിൽ ഒരു ഫോട്ടോ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. ഇട്ടില്ലേ?
അത്രയ്ക്ക് അലമ്പാക്കല്ലേ എനിക്ക് ഇഷ്ടായിട്ടാണ് ഇതിന്. അപ്പൊ ഇത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ സെക്ഷൻ. പിന്നെ ഇതൊക്കെ എന്താ ഇവിടെ കുമ്പായിട്ട് ഇതൊക്കെ ചുരിദാർ മെറ്റീരിയൽസ് ആണ്, കംപ്ലീറ്റ് ചുരിദാർ മെറ്റീരിയൽസ് ആണ്. കർക്കടക ഓഫർ ആണ്, അതൊക്കെ ഹാഫ് പ്രൈസ് ആണ്, പകുതി വില ഉള്ളതെല്ലാം പകുതി വിലക്ക് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, പകുതി വില ഉള്ളു. പകുതി വില. ഇവിടെ ഉണ്ടല്ലോ തിരക്ക്. പിന്നെ നമ്മുടെ ഒരു ഇപ്പൊ ഇറങ്ങിയ കണ്ട ബ്ലാങ്കറ്റുകളൊക്കെ, അതായത് 1200 1700 ഒക്കെ വരുന്നതാണ്. ഇപ്പൊ നമുക്ക് 800 700 ഇതൊക്കെ പകുതി വിലയാണ്. അത് ബ്ലാങ്കറ്റോ? ബ്ലാങ്കറ്റുകളൊക്കെ ഇരിക്കണ ബ്ലാങ്കറ്റ് ഒക്കെ പകുതി വില. കുറെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആയാലും അവിടെ ആയാലും എല്ലായിടത്തും കാണുന്നത് ബ്ലാങ്കറ്റ് ആണ്. ഓ പുറത്ത് നല്ല മഴയാ, നല്ല അടിപൊളി. പിന്നെ ഈ ഒരു സെക്ഷൻ ആണെങ്കിൽ ടർക്കി കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ ഹാഫ് പ്രൈസിലാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഈ കർക്കിടകഴിവിനോടനുബന്ധിച്ച്. ഓക്കെ, കുറച്ച് ദിവസം കൂടി ഉള്ളു, അത് പെട്ടെന്ന് വന്നാൽ നമുക്ക് ഇതൊക്കെ പകുതി വിലക്ക് നമുക്ക് കുറച്ച് ദിവസം എന്ന് പറയുമ്പോ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാണെങ്കിൽ പിന്നെ ഫുൾ MRP പ്രൈസ് കൊടുക്കേണ്ടി വരും. അപ്പൊ പെട്ടെന്ന് വരാം അല്ലെ? ഇനി ഇപ്പുറത്തെ സൈഡും അതൊക്കെ തന്നെ തിരക്കുകളൊക്കെ തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോയാലോ? ഇത് ഫുൾ ഫ്ലോർ കാണിക്കാൻ എളുപ്പമല്ല, അപ്പോൾ കറങ്ങി ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ജെൻസിന്റെ സെക്ഷനിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഫുൾ കളർഫുൾ ആയി, ഇത് നല്ല അടിപൊളി കളേഴ്സ് ആണല്ലോ. ആഹാ, ഇതപ്പോ നമുക്ക് സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള ഷർട്ട്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സൈസസ് കിട്ടോ? എല്ലാ സൈസും, എല്ലാ സൈസും. അപ്പൊ മുകളിൽ ഏത് സാരി എടുത്താലും അതിന് മാച്ചിങ് ഷർട്ട്. ഇനി ഷർട്ട് എടുത്തിട്ടാണ് നിങ്ങൾ പോണെന്ന് വെച്ചാൽ മുകളിൽ അതിനുള്ള മാച്ചിങ് സാരിയും കിട്ടും. അപ്പൊ ഇത് ഫുൾ ഷർട്ടിന്റെ ഒരു സെക്ഷൻ ആണ് വരുന്നത്. അതിൽ ഫോർമൽ ഉണ്ട്, കാഷ്വൽ ഉണ്ട്, പിന്നെ 50% ഡിസ്കൗണ്ട് ആണ്, പകുതി വില ഉള്ളത്. അത് പിന്നെ പറയേണ്ട കാര്യമില്ല. സീമാസില് നമുക്ക് അങ്കമാലി എന്ന് പറയുമ്പോ അപ്പൊ ഒക്കെ പകുതി വില കേട്ടോ. അപ്പൊ ഇത് ഫുൾ നമുക്ക് ഷർട്ടിന്റെ ആ സൈഡും ഷർട്ടുകൾ തന്നെ. ഷർട്ടിന്റെ വലിയൊരു തിരക്കൊന്ന് കാണിക്കുന്നു. ആക്ച്വലി ഈ സൈഡിലും തിരക്കുണ്ട്. ഇവിടെ എന്തിന്റെയാ? അത് ബെഡ്ഷീറ്റ്, ധോത്തികള്, മുകളിൽ വെക്കാൻ സ്ഥലം ബാക്കിയുള്ളതൊക്കെ ഇങ്ങോട്ട് വെച്ചാൽ പാന്റ്, ധോത്തി, കള്ളിമുണ്ട്, പിന്നെ ഇതൊക്കെ ആണുങ്ങളുടെ ഒരു സെക്ഷനിലേക്ക് വരുന്നത്. ബെഡ്ഷീറ്റുകളുണ്ട്. ഇതൊക്കെ പകുതി വിലയാണ് കേട്ടോ. ധോത്തീസിൽ വൈറ്റ് ആയാലും ഓഫ് വൈറ്റ് ആയാലും വരുന്നുണ്ട്. പാൻസ് ഉണ്ട്, ഫോർമൽ പാൻസ് ഉണ്ട്, ജീൻസ് ഉണ്ട്. ജീൻസിനും ഒക്കെ ഇതിന് എല്ലാത്തിനും പകുതി വില, ഒക്കെ പകുതി എല്ലാം പകുതി വില. അതാണ് കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ഇവിടുത്തെ കസ്റ്റമർ അല്ലേ? ഒന്ന് റിവ്യൂ തരോ? അയ്യോ വേണ്ട, എന്തായാലും മുഖം വന്നു. പറ, എന്താ എടുക്കാൻ വന്നേ? ഞാൻ ഇത് എടുക്കാൻ വന്നതാ. ഇത് എടുക്കാൻ വന്നതാ. ലെഗിൻസ് കിട്ടിയ ഇതാ? ഇത് ഞാൻ മാച്ചിങ് ആയിട്ടുള്ള. അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ നമുക്ക്, മാച്ചിങ് ആയിട്ടുള്ള ലെഗിൻസ് വരെ ഇവിടെ കിട്ടും എന്നുള്ളത്. താങ്ക് യു. എവിടെ വീട്? എന്താ പേര്? ലിസി. എവിടെ വീട്? പുളിയനം. ഇവിടെ അടുത്താണോ? അടുത്താണല്ലേ? ഓക്കെ, സെറ്റ്. അപ്പൊ പകുതി വില. റേറ്റ് കുറവിന് കിട്ടിയില്ലേ? പിന്നെ ഈ സൈഡിൽ ജീൻസിന്റെ സെക്ഷൻ നോക്കിയാൽ ഇത് ഫുൾ ജീൻസിന്റെ ഒരു സെക്ഷൻ. ബില്ലിങ്ങിനും തിരക്കുണ്ടല്ലേ? ബില്ലിങ്ങിനും തിരക്കുണ്ട്. പിന്നെ ഇത് ഫുൾ ജെൻസിന്റെ ഒരു സെക്ഷനാണ്. ഇനി കല്യാണമായി, കല്യാണത്തിന് കഴിഞ്ഞ കുട്ടികൾക്കുള്ളത് വലുതുണ്ടോ? അതൊന്നും നോക്കിയാലോ നമുക്ക്? ആക്ച്വലി ഇവിടെ ഇതൊരു ജെൻസിന്റെ സെക്ഷൻ ആണ്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. എത്രയാ? എത്ര? 98 രൂപ. 98. പകുതി വില ഉള്ളതിനൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് ബെഡ്ഷീറ്റ് ഒക്കെ അത്രയും വില കുറവാണ്. ഇപ്പൊ ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ്, ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് ഒക്കെ നമുക്ക് പകുതി വിലയാണ്. അല്ലാതെ ആ 98 രൂപയുടെ ബെഡ്ഷീറ്റ്, 98ന്റെ ബെഡ്ഷീറ്റ് ഒന്ന് എടുത്തേ. അത് കോട്ടന്റെ, പ്യൂർ കോട്ടൺ ജയ്പൂരി സ്റ്റൈലിലുള്ളത്, അതൊക്കെ പകുതി വിലയാണ്. ഒക്കെ പകുതി റേറ്റ് ഉള്ളു. ഇപ്പൊ ഏത് ബെഡ്ഷീറ്റ് എടുത്താലും ഇത് ഫുൾ ബെഡ്ഷീറ്റ് 98ന്റെ. എന്താ ഒരു കാര്യം ചെയ്യാം, 98ന്റെ അവര് വന്നിട്ട് അവര് നേരിട്ട് കണ്ടുപിടിക്കട്ടെ, അതായിരിക്കും ബെറ്റർ. നമുക്ക് ഇനി കിഡ്സിന്റെ സെക്ഷനിലേക്ക് പോവാം. ഈ ഒരു ഫ്ലോർ മൊത്തം കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. കറക്റ്റ് ടൈമിനാ കുട്ടീനെ ഇവിടെ കൊണ്ടു നിർത്തിയ. അപ്പൊ ന്യൂ ബോൺ ബേബി തൊട്ട് എത്ര വയസ്സ് വരെയുള്ള കിഡ്സിനെ ഇവിടെ കിട്ടാം? 12 വയസ്സ് വരെ. ഈ കുട്ടിയുടെ അമ്മയാണ്, മേമയാണ്. അപ്പൊ അമ്മേടെ അടുത്തേക്ക് നമുക്ക് കുട്ടീനെ കൊണ്ടുപോകാം. വരൂ. എവിടെയാണ് അമ്മ? അതെ, അമ്മ ഓടി വരുന്നു. അമ്മ എന്ന് പറയുമ്പോഴേക്കും കിട്ടിയാ? ഉണ്ണിക്കാണോ എടുക്കണേ? കിട്ടിയാ? കിട്ടി. അപ്പൊ ഈ കുട്ടീനെ മേമയാണ് കുട്ടീനെ നോക്കണേ. എന്തായാലും കുട്ടീനെ പിടിച്ചോ. അപ്പൊ ഇങ്ങോട്ട് വരുമോ? അപ്പൊ ഈ ഒരു സെക്ഷൻ ഫുൾ നമുക്ക് കുട്ടികളുടെ സെക്ഷൻ ആണ്. നമുക്ക് ന്യൂ ബോൺ ബേബി തൊട്ട് എത്ര വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ 12-13 വയസ്സ് വരെ ഉള്ളത്. 12-13 വയസ്സ് കഴിഞ്ഞ പിന്നെ അടുത്തൊരു ഫ്ലോർ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷനിലും നമുക്ക് എല്ലാം തരം വെറൈറ്റീസ് ഉണ്ടാകും. ഡെയിലി വെയർ തൊട്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടുള്ള എല്ലാ തരം വെറൈറ്റി കളക്ഷൻസ്, അത് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നമ്മള് സാധാരണ ജോലിക്ക് പോണ ആൾക്കാരാണ്. പകല് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴാണ് വരുന്നത്. അതുപോലെ തന്നെ സൺഡേ ഒരു ദിവസമാണ് ലീവ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകണം. എപ്പോഴാണ് ഞങ്ങൾ ഇനി ഷോപ്പ് ചെയ്യാൻ വരേണ്ടത്? രാത്രി 9:30 വരെ നമുക്ക് നൈറ്റ് ഷോപ്പിംഗ് ഫെസിലിറ്റി ഉണ്ട്.
പിന്നെ എല്ലാ സൺഡേയും നമ്മള് ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. അപ്പൊ 365 ഡേയ്സ് ഉണ്ട്. അതും രാത്രി 10 മണി വരെ ആയാലും നിങ്ങൾ അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പൊ ആ ഒരു കാര്യത്തിന് ടെൻഷൻ വേണ്ട. അപ്പൊ സൺഡേ ഓപ്പൺ ആണ്. ഏത് പാതിരാക്ക് ഏത് സമയത്ത് വന്നാലും ഇവിടെ സംഭവം ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ഇറക്കി വിടില്ല, ഒരിക്കലും ഇല്ല. അപ്പൊ എപ്പോ വേണമെങ്കിലും വരാം. കുട്ടികളുടെ സ്കൂൾ കഴിഞ്ഞിട്ടോ ട്യൂഷൻ കഴിഞ്ഞിട്ടോ 8 മണിക്ക് വന്നാലും ഇവിടെ കളക്ഷൻസ് റെഡിയാണ്. ഇതിനും പകുതി വിലയാണ് എല്ലാത്തിനും, എല്ലാം 50%. അപ്പൊ ഒക്കെ കിഡ്സിന്റെ കളക്ഷൻസ് ആണ്. ബനിയൻ ആയാലും ബാബ സൂട്ട് ആയാലും പാർട്ടി വെയർ കളക്ഷൻസ് ആയാലും പാൻസ്, ട്രൗസേഴ്സ്, കുട്ടികളുടെ ഉടുപ്പുകൾ, അങ്ങനെ എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട്. ഇനി നമുക്ക് 13 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പോവാം. മാറി ടീനേജ് പിള്ളേരൊന്ന് കാണട്ടെ. ഇത്രയും നല്ല നല്ല വെറൈറ്റി നിൽക്കുമ്പോ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ടീനേജിന്റെ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു സെക്ഷൻ ആണ് ഫുൾ. ഓക്കെ. ഈ ഒരു ഫ്ലോർ ഫുൾ വരുന്നത് ടീനേജ് സെക്ഷൻ പിള്ളേർക്കുള്ളതാണ്. വരൂ. അപ്പൊ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? കുർത്തി ടോപ്സ്, ടുണിക് ടോപ്സ്, ഷോർട്ട് കുർത്തീസ് ഉണ്ട്. ടീനേജ് പിള്ളേർക്ക് ചത്താൻ പറ്റിയ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ആ കുർത്തിയുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞു കൊടുത്ത. ഒരു മിനിറ്റ്. നമ്മുടെ മെയിൻ സാറ് ഇവിടുത്തെ സാറ്. സാറേ, ടീനേജ് പിള്ളേർക്കുള്ളത് 260 2 പോപ്കോൺ കുർത്തീസ്. ഞങ്ങള് ബില്ല് പോലും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി ഫ്രഷ് പീസ് അറേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നത്, ഒട്ടിച്ചോണ്ടിരിക്കുക. ഇതാണോ ആ ഒരു സംഭവം? പോപ്കോൺ കുർത്തീസ് എത്ര? 260 രണ്ടെണ്ണം കേട്ടോ. അപ്പൊ ടീനേജ് പിള്ളേർക്കോ വീട്ടിലോ എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇത് കുർത്തീസായി. അല്ലാത്ത ഇവിടെ ബനിയൻസ് ഉണ്ട്, ഓവർ സൈസ് ടീഷർട്ട് ഉണ്ട്, ഷർട്ട്സ് ഉണ്ട്, ഷോർട്ട് കുർത്തീസ് ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഓടിപ്പിച്ച് കാണിക്കുന്നത് മാത്രം. ഇതൊക്കെ പറഞ്ഞോ. ഇത് 630 രണ്ടെണ്ണം ഫ്രോക്കുകൾ. ഒക്കെ റേറ്റ് കുറവാണ് കേട്ടോ. എന്തായാലും ഒക്കെ പകുതി വില. 2 എണ്ണം എന്നാ പറയണത്. പിന്നെ വേണ്ടതുണ്ടല്ലോ, ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഐറ്റംസ്. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ കട ഫുള്ള് നിറഞ്ഞിരിക്കാണ്. എല്ലാതും പകുതി വില. എല്ലാം പകുതി വില. വാവ്. ലേഡീസിന്റെ ഇതെന്താ ഐറ്റം? കുർത്തി ചിക്കൻ കറിയിലെ 2 എണ്ണം കേട്ടോ. പകുതി വില. ഒക്കെ പകുതി വിലയാണ് കേട്ടോ. ലാഫലിന്റെ ബ്രാൻഡഡ് ഐറ്റമിന് പകുതി വിലക്കാ കൊടുക്കണം. അപ്പൊ ബ്രാൻഡഡ് ഐറ്റം, ബ്രാൻഡഡ് അല്ലാത്ത എല്ലാത്തിനും പകുതി വില. ടീനേജ് പിള്ളേർക്ക് ഉള്ള കളക്ഷൻ ഇവിടെ പെൺകുട്ടികൾ മാത്രമല്ല, മെയിനായിട്ട് ലേഡീസിന്റെ മാത്രമല്ല. അപ്പൊ ടീനേജ് ആണുങ്ങൾക്കൊക്കെ താഴ്ത്താണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. അപ്പൊ സൺഡേ ഓപ്പൺ ആണ്, മറക്കണ്ട. നമ്മുടെ കർക്കിടക കിഴിന്റെ ഇനി നമ്മുടെ ലാസ്റ്റ് നമുക്കൊന്ന് എൻഡ് ചെയ്യാം. എന്തായാലും ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ നമുക്ക് എപ്പോ തൊട്ട് എത്ര മണി വരെ സമയം കാര്യങ്ങള്? നമുക്ക് രാവിലെ ഒരു 9:30 ഷോപ്പ് ഓപ്പൺ ആവും. അതുപോലെ നൈറ്റ് രാത്രി 9:30 വരെ ഉണ്ട്. പിന്നെ എല്ലാ സൺഡേ ഓപ്പൺ ആണ്, ഷോപ്പ് ഓപ്പൺ ആണ്. ഇപ്പൊ നമുക്ക് അകലെന്നൊക്കെ വരുന്നവർക്ക്, ബസ്സിന് വരുന്നവർക്ക് KSRTC ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഒരു 2 മിനിറ്റ്സ് ഇങ്ങോട്ട് നടക്കാനുള്ളൂ. ഇതിന്റെ ബാക്ക് സൈഡിലാണ്. ഇതിന്റെ ബാക്ക് സൈഡിലാണ്. നമ്മുടെ സീമാസ് കണ്ടിട്ടാണ് അവര് KSRTC ബസ് സ്റ്റോപ്പ് എയർപോർട്ടിൽ ഇപ്പൊ വരുന്നവർക്ക് മിനിമം ടാക്സി വിളിച്ച് പെട്ടെന്ന് എത്താൻ പറ്റും. അതുപോലെ ട്രെയിനിലൊക്കെ വരുന്നവർക്ക് മിനിമം ഓട്ടോ ചാർജ് മതി. അത്രയും മതി. സ്വന്തമായിട്ടുള്ള വാഹനം ഉള്ളവർക്കാണെങ്കിൽ പാർക്കിംഗ് ഏരിയ, വിശാലമായ കാർ പാർക്കിംഗ് 200-300 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പൊ കർക്കിടക ഓഫർ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ എല്ലാവരും എത്താം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഫുൾ MRP പ്രൈസ് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പൊ ഓണായാലും നമുക്ക് അടുത്ത ഫെസ്റ്റിവലിനോ അല്ലെങ്കിൽ നമുക്ക് കല്യാണം ആണെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനൊക്കെ ആണെങ്കിൽ സാരീസിന്റെ ഒരു കുന്നുണ്ടല്ലേ, വലിയൊരു കളക്ഷൻ തന്നെയാണ്. ഇനി ഒന്ന് ഗോഡൗൺ കൂടി പോയിട്ട് നമുക്ക് ഒന്ന് എൻഡ് ചെയ്യാം. സ്റ്റോക്ക് തീരുന്നുള്ള ഇനി പേടി വേണ്ട. നമ്മളിപ്പോ ഗോഡൗണിലുള്ളത് അല്ലേ? എത്ര പീസ്, എത്ര ബൾക്ക് പീസ്. അപ്പൊ നമുക്ക് ദിവസം കുറച്ചാണ്, സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട്, അതല്ലേ? അപ്പൊ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവം വന്ന് കൊണ്ടുപോകാൻ പറ്റും. സമയത്തിനും ലിമിറ്റ് ഉണ്ട്. ആ ഒരു സമയത്തിൽ നമുക്ക് പർച്ചേസ് ചെയ്യണം. പിന്നെ സമ്മാനത്തിന്റെ കാര്യം മറക്കണ്ട. 5 സാരി 5 ആൾക്കാണ് ഗിഫ്റ്റ് നമ്മുടെ വക കൊടുക്കുന്നത്. അപ്പൊ അതൊരു പട്ട് സാരിയാണ്. അപ്പൊ ഈ പട്ട് സാരിയുടെ ഒന്നുകൂടി റൂൾസ് നമുക്ക് പറയാം. റൂൾസ് വരുന്നത് എങ്ങനെയാണ്? റൂൾസ് വരുന്നത് നമുക്ക് നല്ല കമന്റ് അല്ല, നമ്മള് സാരിയുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര സാരിയുടെ പേരുകൾ, അത് ഫുൾ ടോട്ടൽ എണ്ണം എത്ര നമ്പർ ഉണ്ട്, ആ നമ്പർ കോമന്റ് സെക്ഷനിൽ പറയണം. ഈ കോമന്റ് സെക്ഷനിൽ പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ വിന്നർ ആയിട്ടുള്ള ഒരു 5 ആൾക്ക്, അത് 5 ആള് വിന്നർ ആയിട്ടുള്ളത് എവിടെ ഇടാം, എങ്ങനെ ഇടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാ പേജ് ഉണ്ട്, ലൈഫ് വിത്ത് ഷെൽമി. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഇങ്ങോട്ട് വരൂ.
നമ്മുടെ ഇൻസ്റ്റാ പേജ് ഏതാ? സീമാസ് വെഡിങ് കളക്ഷൻ. സീമാസ് വെഡിങ് കളക്ഷൻ. അപ്പൊ 2 ഇൻസ്റ്റാ പേജിലും നമ്മൾ സ്റ്റോറി ഇടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു സ്റ്റോറിയും നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്താൽ മാത്രമാണ് ആരാണ് വിന്നർ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇൻസ്റ്റാ പേജ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. അപ്പൊ ഈ 5 ആള് ആരാണ് വിന്നർ എന്നുള്ളത് അവിടെ പോയി നിൽക്കുക. ഇനിയിപ്പോ ഇൻസ്റ്റാ പേജ് ഇല്ലാത്തവർക്ക് എന്താ ചെയ്യാന്നുള്ളത് അതൊരു കൺഫ്യൂഷൻ ആണ്. അതിന് നമുക്ക് എന്തെങ്കിലും വഴിക്കൊക്കെ നിങ്ങൾ എന്തായാലും കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടും. ഒരു ഇൻസ്റ്റാ പേജ് എന്തായാലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കും. അപ്പൊ 5 സാരിയാണ്. അതും നിങ്ങളുടെ സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചു തരുന്നതല്ല, ഡയറക്റ്റ് നമ്മൾ അങ്കമാലി സീമാസിൽ തന്നെ വന്ന് പർച്ചേസ് മീൻസ് വന്ന് എടുക്കേണ്ടതാണ് കേട്ടോ ആ ഒരു സാരി. അല്ലാണ്ട് നമുക്ക് അയച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം നമുക്ക് നമ്മുടെ ഈ ഒരു 60,000 സ്ക്വയർ ഫീറ്റ് ഉള്ള സീമാസ്, അങ്കമാലിയിലുള്ള സീമാസിന്റെ ഒരു ലുക്ക് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പൊ നേരിട്ട് വരാം. നിങ്ങൾ ആരാ വിന്നർ ആയെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങൾക്ക് നേരിട്ടിട്ട് ഈ ഒരു 5 സാരി 5 ആൾക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതും പട്ട് സാരി കൊടുക്കില്ലേ? പിന്നെ കൊടുക്കും. ഇനി സമയം കാര്യങ്ങളൊക്കെ നമുക്ക് സമയം എന്ന് പറയുന്നത് ഈ മാസം ലാസ്റ്റ് എന്ന് വെച്ചാൽ ഒരാഴ്ച നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് 1 ആഴ്ച വരയ്ക്കുള്ള കമന്റ് ആണ് നോക്കുക. 1 ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോറീസ് അങ്ങോട്ട് ചെക്ക് ചെയ്തോ. അപ്പൊ നമ്മൾ നറുക്കെടുക്കും. നറുക്കെടുത്ത് കഴിഞ്ഞിട്ട് ആരാണെന്നുള്ളതൊരു ഇല്ലേ ആ ഒരു ഫീലിംഗില്. അപ്പൊ സീമാസ് വെഡിങ് കളക്ഷൻസ് എന്നുള്ള അങ്കമാലി പേജ് ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ലൈഫ് വിത്ത് ഷെൽമി, ഇത് രണ്ടിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സീമാസ് വെഡിങ് കളക്ഷൻ നമ്മുടെ അങ്കമാലിയിലുള്ളത് വേഗം വന്നോട്ടോ. ഇഷ്ടംപോലെ സ്റ്റോക്സ് ഉണ്ട്, ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. കർക്കിടക ഓഫറാണ്. അതുപോലെ തന്നെ സൺഡേ ഓപ്പൺ ആണ്. വേഗം ഓടിപ്പോന്നു. ഇഷ്ടം പോലെ കാണുന്നതൊക്കെ മൊത്തം സ്റ്റോക്സ് ആണ്. ആക്ച്വലി ഗോഡൌണിന്റെ ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയും ഗോഡൌണിന്റെ ഒരു സെക്ഷൻ ഒക്കെ ഉണ്ട്. പൊട്ടിച്ചോണ്ടിരിക്കുന്ന പൊട്ടിച്ച് പുതിയ പുതിയ സ്റ്റോക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് രാത്രി ഐറ്റം കയറുള്ളൂ അല്ലേ. അതാണ് 9:30-10 മണി വരെ നമുക്ക് കസ്റ്റമേഴ്സിന് വേണ്ടി ഓപ്പൺ. അത് കഴിഞ്ഞ നൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്തല്ലോ. അപ്പൊ ഒരു ബൈ പറഞ്ഞേ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാട്ടോ.